സാധാരണക്കാരൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏത് ബിസിനസ് സ്ട്രക്ചർ ആയിരിക്കും കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് പ്രൊപ്രിയേറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ? അങ്ങനെ നോക്കുമ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്? The businessman is not to do everything. ബിസിനസ്മാൻ അവരുടെ ബിസിനസ് എന്താണോ അല്ലെങ്കിൽ അവരുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്താണോ അതിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ചോദ്യമാണിത്. ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഏറ്റവും കുറവ് മിനിമം ബാലൻസ് വേണ്ട ബാങ്ക്സ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ടല്ലോ. ഒരു പ്രോഡക്റ്റ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി സെല്ല് ചെയ്യുമ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സാണ് GST എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗുഡ്സ് ആയാലും സർവീസ് ആയാലും GST കളക്ട് ചെയ്യണം. നമസ്കാരം, പൂർവ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് KJ അജിത് സാറാണ്. സാർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. 10 years ആയിട്ട് കൊച്ചി ആൻഡ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള KJ അജിത് ആൻഡ് അസോസിയേറ്റ്സ് എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കമ്പനിയുടെ ഹെഡാണ്. നമസ്കാരം സാർ, വെൽക്കം ടു പൂർവ പോഡ്കാസ്റ്റ്. സാധാരണക്കാരൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏത് ബിസിനസ് സ്ട്രക്ചർ ആയിരിക്കും കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് പ്രൊപ്രിയേറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ? അങ്ങനെ നോക്കുമ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്? ഓക്കെ, നമുക്ക് സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ചോദ്യമാണിത്. അതായത് ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ഏത് ഫോർമാറ്റിലാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് വേണോ, പാർട്ട്ണർഷിപ്പ് വേണോ, അതോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി ഫോം ചെയ്യണോ എന്നുള്ളത് ഇത് സാധാരണയായിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്ന മെയിൻലി ഒരു 4 ഫോർമാറ്റാണുള്ളത്. അതിലൊന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്, 2 പാർട്ട്ണർഷിപ്പാണ്, 3 LLP, 4 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പിന്നെ ഒരു ബിഗർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫണ്ട് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആ രീതിയിലേക്കും ഫോർമാറ്റുകൾ പോകാറുണ്ട്. പക്ഷേ മെയിൻലി ഒരു ചെറിയ ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ 4 ഫോർമാറ്റാണുള്ളത്. ഇതിൽ ഓരോ ഫോർമാറ്റിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഏത് ഫോർമാറ്റിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളത് ഈ ബിസിനസ് ചെയ്യുന്ന എൻ്റർപ്രണർ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരുടെ ഒരു ഗ്രോത്ത് പ്ലാൻ എന്താണ്, ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണ്, അങ്ങനെ പല ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും, ഒരു സിംഗിൾ ഓണർ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങുന്ന ബിസിനസ്സാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ സെപ്പറേറ്റ് ബിസിനസ് എക്സിസ്റ്റൻസ്. അതായത് ബിസിനസ്സിനും ഈ പ്രൊപ്രൈറ്റർഷിപ്പും ആയിട്ട് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഈ പ്രൊപ്രൈറ്റർ തന്നെയാണ് ബിസിനസ് തന്നെയാണ് പ്രൊപ്രൈറ്റർ. അപ്പോൾ പ്രൊപ്രൈറ്ററുടെ പാൻ കാർഡ് ആയിരിക്കും അവരുടെ എല്ലാ രജിസ്ട്രേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പാൻ കാർഡോ വേറെ രജിസ്ട്രേഷനോ ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അത് സിംഗിൾ ഓൺഡാണ്, ഒരാൾക്കേ അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ബാക്കി എല്ലാ ഫോർമാറ്റ്സും ഒന്നിൽ കൂടുതൽ ഓണേഴ്സ്, ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫോർമാറ്റ്സാണ് പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ളത്. ഇതിൽ പാർട്ട്ണർഷിപ്പാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമാറ്റ്. മൾട്ടിപ്പിൾ ഓണേഴ്സ് ഉള്ള, മോർ ദാൻ 1 ഓണേഴ്സ് ഉള്ളതിൽ പാർട്ട്ണർഷിപ്പാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഫോർമാറ്റ്. സോ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പാർട്ട്നേഴ്സ് ദേ ജോയിൻ ടുഗദർ, അവരൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദേ വിൽ ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. അവർ ബിസിനസ് ചെയ്തുകൊണ്ടാകുന്ന പ്രോഫിറ്റ്സും ലോസും അവർ ഒരു റേഷ്യോയിൽ ഷെയർ ചെയ്യും എന്നൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ പേരിൽ ഒരു പാൻ കാർഡ് എടുത്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യങ്ങൾ പറയാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് തന്നെയാണ് മാനേജ്മെൻറ്റ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കമ്പനി സ്ട്രക്ചറിൽ വരുമ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടർ ബോർഡാണ് ഡിസിഷൻസ് എടുക്കുന്നതും കമ്പനീനെ റൺ ചെയ്യുന്നതും. ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് സെപ്പറേറ്റ് ഓണർഷിപ്പാണ്. അതായത് ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ ഇത് ഒരുമിച്ചായിരിക്കും. പാർട്ട്നേഴ്സ് തന്നെയായിരിക്കും ഓണേഴ്സും ഷെയർ ഹോൾഡേഴ്സും. ഓണേഴ്സും ഡിസിഷൻ മേക്കേഴ്സും പാർട്ട്നേഴ്സ് തന്നെയായിരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഇത് മാനേജ്മെൻറ്റും ഓണർഷിപ്പും സെപ്പറേറ്റ് ആണ്. പ്ലസ് പാർട്ട്ണർഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് വരും. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി അത് പലർക്കും ഒരു സംശയം ഉണ്ടാകുന്നതാണ്, എന്താണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളൊരു ഇത്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒരു ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഇൻഷുറൻസ് പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഇൻ കേസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്
ആ ബിസിനസ് ഒരു ബിഗ്ഗർ ലോസിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അസറ്റ്സ് കൊണ്ട് തീർക്കാൻ പറ്റാത്ത അത്രയും ഒരു ലോസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ ലിമിറ്റഡ് കമ്പനി, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനിയാണെങ്കിൽ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സിനെ അത് ബാധിക്കില്ല. സോ ദെയർ ലയബിലിറ്റി ഈസ് ഓൺലി ലിമിറ്റഡ് ടു വാട്ട് ദേ ഹാവ് ഓൾറെഡി ഇൻവെസ്റ്റഡ്. അവരുടെ പേഴ്സണൽ അസറ്റ്സോ അവരുടെ വീടോ അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സോ ഒന്നും ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് ലോസ് സെറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം നോർമൽ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ഇത് അങ്ങനെയല്ല സ്ട്രക്ചർ. അപ്പം അവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇൻ കേസ് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് ഒരു ബിഗ്ഗർ ലോസിലുണ്ടാക്കി, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കോമ്പൻസേഷനോ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ലോസ് ഫോർ ദ കമ്പനി. സോ ആ സമയത്ത് ഈ പാർട്ട്നേഴ്സ് പാർട്ട്ണർഷിപ്പിൻ്റെ അസറ്റ്സ് വെച്ച് ഈ ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് വെച്ചിട്ടായാലും ക്ലിയർ ചെയ്യേണ്ടി വരും. സോ അതാണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ലിമിറ്റഡ് ലയബിലിറ്റി അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലാണ് പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഫോംസ് അഡ്വാൻസ്ഡ് ആയി പോകും തോറും അതിൻ്റെ ഉള്ള പ്രൊസീജിയർ കംപ്ലയൻസസ് അഡ്വാൻസ്ഡ് ആയിട്ട് മാറും. സോ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ നമുക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് എല്ലാ വർഷവും പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ്, കമ്പൽസറി ഓഡിറ്റിംഗ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് നമുക്ക് റവന്യൂ ഉണ്ടോ ഇല്ലയോ, ബിസിനസ് ഉണ്ടോ ഇല്ലെങ്കിലും കമ്പൽസറി ഓഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്യണം. അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ പ്രൊസീജിയർ, അതല്ലാതെ തന്നെ ഇയർലി നമ്മൾ ഫയൽ ചെയ്യേണ്ട വേരിയസ് ഫോംസ് ഉണ്ട്. അപ്പോൾ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് കൂടുതലാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ സിമ്പിളാണ്. പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ അഡ്വാൻറ്റേജസ് ലൈക്ക് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള അഡ്വാൻറ്റേജ് വരും. ഒരു ടാക്സ് റേറ്റ് കുറവാണ്. പ്ലസ് ഒരു ഓപ്പൺ പബ്ലിക് അല്ലെങ്കിൽ ഒരു പുറത്ത് നോക്കുമ്പോൾ ക്രെഡിബിലിറ്റി കൂടുതലുണ്ട്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു ടാഗ് ലൈൻ കിട്ടും, അതിനൊരു ക്രെഡിബിലിറ്റി കൂടുതലുണ്ട്. പിന്നെ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സിൽ നോക്കുമ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അട്രാക്റ്റ് ചെയ്യണം. ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും കൂടുതൽ നല്ലത്. ഷെയർസ് ഡൈല്യൂട്ട് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും നല്ലത്. ഇനി ഒരു ഫോമാറ്റ് കൂടി ഉള്ളത് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ഫോമാറ്റ് ഉണ്ട്, LLP. അത് റീസെൻ്റ്ലി ഇൻ ദ സെൻസ് ഒരു 2008 എമർജ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. അത് എമർജ് ചെയ്തപ്പോൾ വന്നൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കംസ് വിത്ത് ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബട്ട് ദ സിംപ്ലിസിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ഫ്രെയിം. അങ്ങനെ ഒരു ഇതിലാണ് ഇത് വന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഫ്രെയിമിൻ്റെ സിംപ്ലിസിറ്റിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അഡ്വാൻറ്റേജസും ചേർന്നിട്ടാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു ഫോമാറ്റ് വന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു റെലവൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു LLP ആണെങ്കിൽ പോലും നമ്മൾ ഈ ROC കംപ്ലയൻസസ് എൻഷുർ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സഹായം ഇല്ലാണ്ട് ചെയ്തു പോവുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആനുവലി അതിൻ്റെ കംപ്ലയൻസ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊസീജിയർ കംപ്ലയൻസ് അത്രയും ഉണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ് നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ടാക്സ് റേറ്റ് കുറവാണ് കമ്പയർഡ് ടു പാർട്ട്ണർഷിപ്സിന് 30% പ്ലസ് ടാക്സ് റേറ്റ്സ് വരും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 25% ഒക്കെയാണ് ടാക്സ് റേറ്റ്സ് വരുന്നത്. സോ നമ്മൾ ഏത് ഫോം ചൂസ് ചെയ്യണം എന്നുള്ളത്, നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രോത്ത് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, നമുക്കൊരു ലോസിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ എത്ര ഓണേഴ്സാണ്, ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്ത് വയ്ക്കും. അപ്പം സർ, ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ ലീഗൽ രജിസ്ട്രേഷൻസ് ആണ് അവർ എടുക്കേണ്ടി വരുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പം GST, MSME അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഏതൊക്കെ ലീഗൽ രജിസ്ട്രേഷൻസ് ആണ് അവർക്ക് എടുക്കേണ്ടി വരിക? ഈ ലീഗൽ രജിസ്ട്രേഷൻസും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ബിസിനസ്സിനെ അനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ജനറലി പറയുവാണെങ്കിൽ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ബിസിനസ് ഇൻകോപ്പറേറ്റ് ചെയ്യണം. ലൈക്ക് പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഒരു രജിസ്ട്രേഷനാണ്, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ ഒരു കമ്പനി ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും, പ്ലസ് ഒരു പാൻ കാർഡ് കിട്ടും. ഈ പാൻ കാർഡും കമ്പനി ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റുമാണ് അവരുടെ ബേസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം ബാക്കി എല്ലാ രജിസ്ട്രേഷൻസും കാര്യങ്ങളും ചെയ്യാനായിട്ട്. പിന്നെ എന്ത് രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ബിസിനസ് ദേ ആർ ഇൻ ടു, പിന്നെ ഹൗ മച്ച് വോളിയം ദേ ആർ ഡൂയിങ്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു GST രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ അത് ഒരു 20 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവറുള്ള സർവീസ് ഓറിയൻറ്റഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് GST കമ്പൽസറിയാണ്. ഇറ്റ് മീൻസ് 20 ലക്ഷം വരെ GST ഇല്ലാണ്ടും ബിസിനസ് ചെയ്യാം. ഇപ്പം ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷം വരെ GST ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാം. 40 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ രജിസ്ട്രേഷൻസ് എടുത്താൽ മതി. പിന്നെ നേച്ചർ ഓഫ് ബിസിനസ് എന്ന് വെച്ചാൽ ലൈക്ക് ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ FSSAI, അല്ലെങ്കിൽ ഇപ്പോൾ സ്പൈസസ് റിലേറ്റഡ് ആണെങ്കിൽ സ്പൈസസ് ബോർഡ്, വേറെ ഇപ്പം ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് റിലേറ്റഡ് ആണ് ഡ്രഗ്സ് കൺട്രോൾ, അങ്ങനെ പല പല രജിസ്ട്രേഷൻസ് വേറെയുണ്ട്. അപ്പോൾ ഇപ്പം അഗ്രികൾച്ചർ പ്രൊഡ്യൂട്ട് ആണെങ്കിൽ അപ്പേഡ, അല്ലെങ്കിൽ ഇതെല്ലാം എന്താണ് നേച്ചർ ഓഫ് ബിസിനസ് അതിനനുസരിച്ച് ആ രജിസ്ട്രേഷൻസ് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. കൂടുതൽ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ GST ആൻഡ് MSME ഇപ്പോൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താ അതിൻ്റെ ഡിഫറൻസ് അതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? GSTയും MSME ആയിട്ട് നമുക്ക് അതൊരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല. എൻറ്റയർലി നമുക്കൊരു കമ്പയറബിൾ അല്ല രണ്ടും. GST എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് ആൻഡ് അസറ്റ് സെയിൽസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി സെല്ല് ചെയ്യുമ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സാണ് GST എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗുഡ്സ് ആയാലും സർവീസ് ആയാലും GST കളക്ട് ചെയ്യണം. സോ അത് നേരത്തെ പറഞ്ഞ പോലെ 20 lakhsന് താഴെയാണെങ്കിൽ ഇപ്പോൾ സർവീസുകൾക്ക് എക്സെപ്റ്റഡ് ആണ്. 20 lakhsന് മേളിലാണെങ്കിൽ മാത്രം സർവീസ് ഓറിയൻറ്റഡ് സ്ഥാപനങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്ത് GST കളക്ട് ചെയ്താൽ മതി. 40 lakhsന് മേളിലാണെങ്കിൽ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഇത് ചെയ്താൽ മതി. അപ്പോൾ അതിന് താഴെയുള്ളവർ GST എടുക്കേണ്ട ആവശ്യമേ ഇല്ല, ലീഗലി ആവശ്യമില്ല. പക്ഷേ ചില ബിസിനസ് സന്ദർഭങ്ങളിൽ അവർക്ക് GST ഉണ്ടെങ്കിൽ ചില വർക്ക് ഓർഡറുകൾ കിട്ടൂ എന്നൊക്കെ ഉള്ളപ്പോൾ അവർ വോളണ്ടറി എടുക്കുന്നവരും ഉണ്ട്. അപ്പം അല്ലാത്ത കേസുകളെല്ലാം ഈ ലിമിറ്റ്സിന് താഴെയാണെങ്കിൽ GST എടുക്കേണ്ട, അതിന് മേളിലുണ്ടെങ്കിൽ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. വൺസ് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ GSTയുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്ത് വേണം ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് അതിന് ഒരു മന്ത്ലി റിട്ടേൺ ഫയലിംഗ് ഉണ്ട്. ഇപ്പം മന്ത്ലി 2 റിട്ടേൺ ഫയലിംഗ് ഉണ്ട്, GSTR 1 ആൻഡ് GSTR 3B. ഇതെല്ലാം ടൈമിൽ ചെയ്ത് പോകണം. സോ ഇതിൻ്റെയൊക്കെ നോൺ കംപ്ലയൻസസിന് ഫൈൻസ്, പെനാൽറ്റീസ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം വരുന്നതായിരിക്കും. ഇപ്പോൾ GST നമ്മൾ എല്ലാ മാസവും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാം. MSME ഈസ് ഡിഫറെൻറ്റ്. MSME എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നാണ്. സോ ആ പേര് പറയുന്ന പോലെ തന്നെ മൈക്രോ അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം ചെറിയ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകളെ സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന രജിസ്ട്രേഷനാണ് MSME രജിസ്ട്രേഷൻ. റൈറ്റ് നൗ ഇപ്പോൾ ഉദ്യം എന്നാണ് അതിന് പറയുന്നത്. അതൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യം പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. MSME രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്ന കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്. ചെറുകിട സംരംഭകർക്ക് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങൾ, അത് നമുക്ക് കിട്ടണമെങ്കിൽ MSME രജിസ്ട്രേഷൻ എടുത്താലാണ് കിട്ടുള്ളൂ. ഇതിന് വേറെ പ്രത്യേകിച്ച് റിട്ടേൺ ഫയലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ആ രജിസ്ട്രേഷൻ എടുത്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജനറലി ചെറിയ ബിസിനസ്സുകൾക്ക് എല്ലാവർക്കും MSME രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. MSME രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബെനിഫിറ്റ്സ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അതും ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ്. ജനറലി പറയുവാണെങ്കിൽ ഇപ്പോൾ MSMEകൾക്ക് ഉള്ള റൂളാണ്. ഇപ്പം MSME ആയിട്ടുള്ള ഒരു സ്ഥാപനം ഒരു പാർട്ടിക്ക് ഒരു സെയിൽ അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത് അത് ക്രെഡിറ്റിൽ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ അതിൻ്റെ പേയ്മെൻറ്റ് ആ മേടിച്ച ആൾ കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അത് MSME ആണെങ്കിൽ ഇപ്പം MSME ആണെങ്കിൽ ഇതെന്തായാലും കൊടുത്തിരിക്കണം. ഇൻ കേസ് കൊടുത്തില്ലെങ്കിൽ അത് ലീഗൽ സ്യൂട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി മറ്റേ ആൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ MSMEകളുടെ ഈ ചെറുകിട സംരംഭകരുടെ ക്രെഡിറ്റ് സെയിൽസ് അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ്സ് കുറയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് വളരെയധികം ഉപകാരപ്പെടും. അതിനവരൊരു പോർട്ടൽ തന്നെ, ഒരു MSME സമാധാനം എന്നുള്ളൊരു പോർട്ടലുണ്ട്. അപ്പോൾ ആ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് കിട്ടാത്ത നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തരാത്ത കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും ബിൽസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് കൂടെ ചെയ്തു തരും. അതുപോലെ തന്നെ പലതരം ലോൺസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് ലോൺസ് ഒക്കെ എടുക്കുമ്പോൾ MSMEകൾക്ക് കൊളാറ്ററൽ ഇല്ലാണ്ട്, അതായത് സെക്യൂരിറ്റി ഇല്ലാണ്ട് ലോൺസ് കിട്ടാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റിന് നമുക്ക് MSMEകൾക്ക് ഒരു കൺസെഷൻസ് ഉണ്ട്. അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് MSMEകൾക്ക് ഉണ്ട്.
അപ്പോൾ അത് കുറച്ചുകൂടി അറിയണമെങ്കിൽ MSMEയുടെ പോർട്ടൽസിൽ നോക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ എല്ലാ വർഷവും ബജറ്റ്സിലും ഒക്കെ ആയിട്ട് കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് MSME റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ട് വരും നമ്മൾ പാഷൻ നമ്മളതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യണു. അപ്പം പല വീട്ടമ്മമാരും വീട്ടിലിരുന്ന് കേക്ക് ബിസിനസ് അങ്ങനെ ഒരുപാട് ബിസിനസ് നടത്തുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ കണ്ടുവരുന്നതാണ് ഇവരാരും ഇത് പലരും ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ ഇനി പ്രോഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്ന് അങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഇതൊരു ശരിയായ രീതിയാണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്? ശരി അല്ല, അത് തികച്ചും ശരിയായ രീതിയല്ല. അതിലെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ചെറിയ രീതിയിൽ ഒതുങ്ങിക്കൂടുമ്പോൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു ബിസിനസ്സായിട്ട് റൺ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ലാണ്ട് സ്മൂത്തായിട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതിലൊരു ഇഷ്യൂ വരുമ്പോഴാണ് ഇതൊരു പ്രശ്നം വന്നത്. ഇപ്പോൾ വീട്ടമ്മമാർ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നു, അവരുടെ നെയ്ബറിങ് ഏരിയാസിൽ സെർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് സെർവ് ചെയ്യുന്നു. ഇതൊന്നും പ്രാക്ടിക്കലി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇൻ കേസ് ആ കേക്കിലൊരു കണ്ടാമിനേഷൻ വന്നു, അല്ലെങ്കിൽ ആ കേക്ക് ഒരു ഫുഡ് പോയ്സണിങ് വന്നു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ. സോ ആ സമയത്ത് ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോയ്സൺ വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കണ്ടാമിനേഷൻ വന്നു എന്നുള്ളത് ഒരു ഇഷ്യൂ, അതിൻ്റെ ഇമ്പാക്ട്സ് വേറെ. രണ്ടാമത്തെ ഒരു ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ ദിസ് ബിസിനസ് ഈസ് റൺ വിത്തൗട്ട് എനി ലൈസൻസ്. അപ്പോൾ ആ ഇഷ്യൂ വരുമ്പോഴാണ് ഇത് വിത്തൗട്ട് എനി ലൈസൻസ്. നമ്മളിപ്പം പത്രത്തിൽ വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ടി വിയിൽ കാണുമ്പോഴായാലും ഓരോ വാർത്തകൾ കാണുമ്പോൾ ഈ ബിസിനസ്സിൽ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കേൾക്കും. പക്ഷെ ഇത് അവിടെ ഒരു 5 വർഷമോ 10 വർഷമോ റൺ ചെയ്യുന്ന ബിസിനസ്സായിരിക്കും. അപ്പോൾ അത് നമ്മളൊരു ഇഷ്യൂ വരുമ്പോഴാണ് ഇതൊരു പബ്ലിക്കലി അങ്ങനെ ആവുന്നത്, ഇതൊരു ലൈസൻസ് ഇല്ലാണ്ട് റൺ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം കേക്ക് ഉണ്ടാക്കുന്ന അയാളൊരു FSSAI രജിസ്ട്രേഷൻ എടുത്ത് കേക്ക് ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ FSSAI രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പാലിക്കണം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണേ അതിനൊരു സെപ്പറേറ്റ് റൂം, അല്ലെങ്കിൽ അതിനൊരു നമ്പർ, അങ്ങനത്തെ റെഗുലേഷൻസ് പാലിച്ച് ഇത് ചെയ്യണം. അങ്ങനെ ഇനിഷ്യലി മുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അറ്റ്ലീസ്റ്റ് ഒരു പാഷൻ എന്നുള്ളത് ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴെങ്കിലും അവരത് ഒരു ഇതാക്കി ചെയ്യണം, ഒരു രജിസ്റ്റേർഡ് ആയിട്ടൊരു ഓർഗനൈസ്ഡ് ബിസിനസ്സായിട്ട് ചെയ്യണം. ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സാർ നമുക്ക് വേണ്ടത്? കറണ്ട് അക്കൗണ്ട് ഇപ്പം നമുക്ക് ബാങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട്സിൽ മെയിനായിട്ട് 2 സെഗ്രിഗേഷനുള്ള, ഒന്ന് സേവിങ്സ് അക്കൗണ്ട്, ഒന്ന് കറണ്ട് അക്കൗണ്ട്. ആസ് ദ നെയിം സേസ്, സേവിങ്സ് അക്കൗണ്ട് ഈസ് ഫോർ നമ്മുടെ പേഴ്സണൽ സേവിങ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് കറണ്ട് അക്കൗണ്ട് ഈസ് ഫോർ ദ ബിസിനസ് ചെയ്യുമ്പോഴാണ് അതിന് കറണ്ട് അക്കൗണ്ടിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് എടുക്കാനായിട്ട് മേജർലി നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് എടുക്കാനായാലും ഏറ്റവും ആദ്യം വേണ്ടത് ID പ്രൂഫും അഡ്രസ് പ്രൂഫുമാണ്. ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ്, ഒരു അഡ്രസ്സ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള അഡ്രസ് പ്രൂഫ്. ID പ്രൂഫിനായിട്ട് നമുക്ക് പാൻ കാർഡ് ഉപയോഗിക്കാം, നമ്മുടെ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം. പിന്നെ അഡ്രസ് പ്രൂഫ് ഇതിലെല്ലാത്തിലും തന്നെ ഇതുണ്ട്. ഇപ്പോൾ പാസ്പോർട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ID പ്രൂഫും ഒരു അഡ്രസ് പ്രൂഫും മാൻഡേറ്ററി ആണ്, ഒരു ഫോട്ടോയും മാൻഡേറ്ററി ആണ്. പിന്നെ ഇപ്പോൾ പാൻ കാർഡ് മാൻഡേറ്ററി ആയി വരുന്നുണ്ട്. ഇപ്പോൾ പാൻ കാർഡ് എല്ലാ അക്കൗണ്ട് ഓപ്പണിങ്ങിനും പാൻ കാർഡ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാൻ കാർഡ് മാൻഡേറ്ററി പ്ലസ് അഡ്രസ്സ് ഉള്ള ഒരു പ്രൂഫും ഉണ്ടെങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത് നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അക്കൗണ്ട് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ബിസിനസ്സിന് ഒരു പ്രൂഫ് കാണിക്കണം. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനി ലീഗൽ രജിസ്ട്രേഷൻ ബൈ ദ ഗവൺമെൻറ്. ഇപ്പോൾ നോർമലി അതിന് ബാങ്കുകൾ എടുക്കുന്നത് ഒന്ന് GST രജിസ്ട്രേഷൻ, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് കോർപ്പറേഷൻ ലൈസൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് ലൈസൻസുകൾ. ഇപ്പോൾ കമ്പനിയൊക്കെ ആണെങ്കിൽ കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ റിലേറ്റഡ് അപ്പോൾ അങ്ങനത്തെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളാണ് അവർ ബിസിനസ്സിൻ്റെ പ്രൂഫായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാണ് അത് വാലിഡ് ആയിരിക്കണം, ബിസിനസ്സിൻ്റെ നെയിം ഉണ്ടാവണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവണം. ഇതുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതിൻ്റെ മെമ്മറാൻഡം, അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽ, ഇപ്പോൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ്, അങ്ങനത്തെ ആ ബേസിക് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഏറ്റവും കുറവ് മിനിമം ബാലൻസ് വേണ്ട ബാങ്ക്സ് ഏതൊക്കെയാണ്?
എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ടല്ലോ. ഓക്കെ, കറണ്ട് അക്കൗണ്ട് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്സ് മോസ്റ്റ്ലി എല്ലാ ബാങ്കുകൾക്കും തന്നെയുണ്ട്. പക്ഷേ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്സ് കമ്പയർഡ് ടു മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്സ് കുറവുണ്ടാവുന്നത് സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ് ബാങ്ക്, ഒരു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഒരു കാനറ ബാങ്ക്, ഒരു യൂണിയൻ ബാങ്ക്, ഇവിടെയൊക്കെ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് കുറവായിരിക്കും. ഐ തിങ്ക് ചില ബാങ്കുകളിൽ 0 ബാലൻസ് ആയിട്ട് തുടങ്ങാൻ പറ്റും, ചിലതിൽ 3000, ചിലതിൽ 5000 ആ റേഞ്ചൊക്കെ സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതല്ലാതെ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫെഡറൽ ബാങ്ക്, HDFC അല്ലെങ്കിൽ ICICI ബാങ്ക്, ഇങ്ങനെയുള്ള ആക്സിസ് ബാങ്ക്, ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ സാധാരണ കുറച്ചുകൂടെ ഹയർ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. പക്ഷേ ദേ ഓഫർ അതിനനുസരിച്ചുള്ളൊരു ഫീച്ചേഴ്സും അവർ ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക്സിൽ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒരു ഇൻ്റർഫേസ്, ഒരു മൊബൈൽ ബാങ്കിങ് സിസ്റ്റം, ഇതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലായിരിക്കും. അപ്പം നമ്മൾ അവിടെ ഒരു മിനിമം ബാലൻസ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമുക്ക് ഇനേബിൾ ആയിട്ട് കിട്ടും. പക്ഷേ അതല്ലെങ്കിൽ നമ്മൾ ഒരു മിനിമം ബാലൻസ് കുറവാണ് നോക്കുന്നതെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് കുറവായിരിക്കും, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ചെറിയ എമൗണ്ടുകൾ മിനിമം ബാലൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം സാർ കംപ്ലയൻസിൻ്റെ കാര്യം പറയണ്ടേ ആദ്യം. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള കംപ്ലയൻസ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ ചെറിയ ബിസിനസ്സുകാർക്ക് എന്താണ് സാറിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ചെറിയ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഇപ്പം കംപ്ലയൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവരറിഞ്ഞിരിക്കണം എന്തൊക്കെ കംപ്ലയൻസസ് ആണ് അവർക്ക് പാലിക്കാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു GST രജിസ്ട്രേഷൻ എടുത്തിട്ട് GST റിട്ടേൺസ് ഫയൽ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് ഒരു ഹെവി ഫൈൻ, പെനാൽറ്റി ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. ഒരു ഗുഡ്സിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ് ഈ 2 മാസം റിട്ടേൺ ഫയൽ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ E-way ബില്ല് ബ്ലോക്ക് ആവും. E-way ബിൽ മീൻസ് അവർക്ക് ഗുഡ്സ് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ അവരുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. അപ്പോൾ ലീഗൽ കംപ്ലയൻസസ് ഫോളോ ചെയ്യുക, എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബിസിനസ്മാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക. എന്തൊക്കെ ലീഗൽ കംപ്ലയിൻസ് ആണ് അവർ ചെയ്യേണ്ടതുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടത് അവർ എന്തൊക്കെ രജിസ്ട്രേഷൻസ് എടുത്തിട്ടുണ്ടോ ആ രജിസ്ട്രേഷൻസ് ലിസ്റ്റ് ചെയ്യുക. ഈ ഓരോ രജിസ്ട്രേഷൻസ് എന്തൊക്കെ കംപ്ലയിൻസാണ് ഉള്ളതെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. ഈ ലിസ്റ്റ് ചെയ്തതിന് ശേഷം എയ്തർ ഈ ബിസിനസ്മാൻ അല്ലെങ്കിൽ അവർക്കോ അവരുടെ അക്കൗണ്ട്സ് ടീമിനോ ഇത് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം. ഇൻ കേസ് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു എക്സ്പേർട്ടിനെ അത് ഔട്ട്സോഴ്സ് ചെയ്ത് ഇത് ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്താലാണ് അത് പ്രോപ്പർലി കംപ്ലൈൻഡ് ആയിട്ട് പോകുള്ളൂ. പ്ലസ് ഈ റിട്ടേൺസ് കാര്യങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്സും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കാൻ പറ്റും ഒരു എക്സ്പേർട്ട് കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ. പിന്നെ ഈ റിട്ടേൺ ഡ്യൂ ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ട്രാക്ക് ചെയ്ത് ഇത് ചെയ്തു. ഇതിനേക്കാളൊക്കെ ഉപരി ഈ കംപ്ലയിൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു എക്സ്പേർട്ട് ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് പറയുന്നത് പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ചെയ്യുക. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തു പോകുക. ഇപ്പോൾ ഒരു GST റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു ബിസിനസ്മാൻ ഒരു ടാക്സ് പ്രാക്ടീഷണറിയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ എൻഗേജ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഡാറ്റ ഈ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഫയലിംഗ് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് എന്തൊക്കെ കംപ്ലയിൻസ് ആണെന്നുള്ളത് ഈ ബിസിനസ്മാൻ അല്ലെങ്കിൽ ഈ ബിസിനസ് എൻറ്റിറ്റി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. എന്തൊക്കെ കംപ്ലയിൻസ് ആണുള്ളത് അത് കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്ത് പോവുക. 2 പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഡാറ്റ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് റിട്ടേൺ ഫയലിങ്ങിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഇപ്പോൾ MSME കുറിച്ച് പറഞ്ഞപ്പം തോന്നിയൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ MSME കുറിച്ച് കുറച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ടാക്സ് ബെനിഫിറ്റ്സ് എന്താണ് അവർക്ക് കൂടുതൽ കിട്ടുന്നത്? എന്തൊക്കെയാണ് ടാക്സ് ബെനിഫിറ്റ്സ് ഇന്ത്യയിൽ MSME രജിസ്ട്രേഷനുള്ള ബിസിനസ്? ഈ MSME ബിസിനസ് എന്ന് പറയുമ്പോൾ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MSME എന്ന് പറയുന്ന ഒരു വലിയ റേഞ്ചാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ റേഞ്ചല്ല. ഒരു 400 CR ടേൺ ഓവറിന് താഴെയുള്ള എല്ലാവരും MSMEs ആണ്.
അപ്പോൾ 400 CR ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു വളരെ വലിയ ഫിഗറാണ്. അതായത് നമ്മുടെ ഒരു സാധാരണ ബിസിനസ്സുകളിൽ എല്ലാത്തിലും ഒരു 90% ഒരു MSMEയുടെ അണ്ടറിലേക്ക് വരും ഏകദേശം. അപ്പോൾ ഈ MSMEകൾക്കുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് റേറ്റ് റെഡ്യൂസ്ഡ് ഇൻകം ടാക്സ് റേറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതാണ് ടാക്സിൽ അവർക്ക് മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കമ്പനീസിന് ഒരു 30% ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ MSMEയിലുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് റെഡ്യൂസ്ഡ് ടാക്സ് റേറ്റ്സ് അടച്ചാൽ മതി. പക്ഷേ അതല്ലാതെ ഒരു ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ എക്സംഷൻസ്, അതിപ്പോൾ അത് സ്റ്റാർട്ടപ്പൊക്കെ ആയി രജിസ്റ്റർ ചെയ്ത് ഇന്നോവേറ്റീവ് ഐഡിയ ഒക്കെ ആണെങ്കിൽ ഉള്ള ഒരു ടാക്സ് എക്സംഷൻസ് ഉണ്ട്. പക്ഷേ അത് MSME റിലേറ്റഡ് അല്ല. അത് വരുന്നത് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള റിലേറ്റഡ് ആണ് വരുന്നത്. MSMEകൾക്ക് ജനറലി ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഈ എക്സംഷൻസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവർക്കുള്ള ശരിക്കുള്ള ടാക്സ് ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് ഈ ചെറിയ ബിസിനസ്സുകാർക്കുള്ളത്? ലൈക്ക് ഇൻകം ടാക്സിൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ വേറെ GST അതല്ലാതെ വേറെ എന്തെങ്കിലും ടാക്സ് ഒബ്ലിഗേഷൻസ് വരുന്നു? സ്മോൾ ബിസിനസ്സിന് സെപ്പറേറ്റ് ഒരു ടാക്സേഷൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഓൺലി തിങ് ഈസ് ഇപ്പോൾ ഉള്ള ടാക്സേഷൻ സ്ട്രക്ചറിൽ അവർക്ക് ചില വേവേഴ്സ് അല്ലെങ്കിൽ ചില എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ബിസിനസ്സുകളും പാലിക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടാക്സ് കംപ്ലയിൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GST, ഇൻകം ടാക്സ്, അവരുടെ ഇപ്പം ലേബർ റിലേറ്റഡ് ആണെങ്കിൽ പ്രൊഫഷൻ ടാക്സ്, അങ്ങനെ കുറച്ച് ടാക്സുകൾ എല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ എക്സംഷൻസ് ഉണ്ട്. അത് ഓരോ കാറ്റഗറിയിലും ഓരോന്നാണ് എക്സംഷൻസ് ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു GST നമ്മൾ നോക്കുവാണെങ്കിൽ 20 lakhs വരെ സർവീസ് സ്ഥാപനങ്ങൾക്കും 40 lakhs വരെ ഗുഡ്സ് ട്രേഡിംഗ് സ്ഥാപനങ്ങൾക്കും എക്സംപ്റ്റ് ആണ്. അപ്പോൾ അതിന് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ GST രജിസ്ട്രേഷൻ എടുത്തിട്ട് അതിൻ്റെ കംപ്ലയിൻസസ് പാലിക്കണം. ഇൻകം ടാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് എല്ലാവർക്കും ഇത് ചെയ്യണം. പക്ഷേ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് മാത്രം അടച്ചാൽ മതി. ബാക്കി പ്രൊഫഷൻ ടാക്സ് എന്നുള്ളത് എംപ്ലോയീസിനെ കൺസിഡർ ചെയ്തിട്ടാണ്. ഇപ്പോൾ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസിൻ്റെ നമ്പറിനനുസരിച്ച് ലോക്കൽ ഗവൺമെൻറ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലേക്ക് അടയ്ക്കേണ്ട ഒരു എമൗണ്ടാണ് പ്രൊഫഷൻ ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ടാക്സസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ ഓഫ് ബിസിനസ് അവർ എത്ര വോളിയം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹയർ വോളിയൂംസ് ചെയ്യുമ്പോൾ അതിന് സർചാർജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സെസ് അങ്ങനെ കൂടുതൽ വരാം. അത് ബിസിനസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇത് വരുന്നത്. ഇപ്പോൾ ടാക്സ് ഒബ്ലിഗേഷൻസിന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ GST ഫയൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും എറേഴ്സ് അധികം ഇല്ലാതെ ഏറ്റവും ബെസ്റ്റ് വേ എങ്ങനെയാണ് അത് ഫയൽ ചെയ്യാൻ പറ്റുകയെന്ന് സാറിൻ്റെ ഒപ്പീനിയനിൽ? ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ GST നമ്മൾ അല്ലെങ്കിൽ GST റിട്ടേൺ ഫയലിങ് എറർ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എറർ ഫ്രീ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇപ്പം ഒരു ബിസിനസ്മാൻ്റെ ഒരു അക്കൗണ്ടിങ് ഒരു സെയിൽ ബിൽ റെക്കോർഡ് ചെയ്തതിലൊരു എറർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ GST റിട്ടേൺസിൽ കയറി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എറർ ഫ്രീ ആവുന്നതാണ് എപ്പോഴും നമുക്ക് റിട്ടേൺ ഫയലിങ്ങിനും ഹെൽപ്പ് ചെയ്യുക. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ അക്കൗണ്ടിങ് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെ എറേഴ്സ് ഒരു 60-70% ഓട്ടോമാറ്റിക്കലി കട്ട് ഡൗൺ ആവും. അപ്പോൾ പിന്നെ ഉള്ളതൊരു ക്രോസ് ചെക്കിങ്. നമ്മൾ എപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ആ ഫയൽ ചെയ്യുന്ന ഡാറ്റ നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്ലോഡ് ചെയ്തതിന് ശേഷം, ഇപ്പം റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രാഫ്റ്റ് പ്രിവ്യൂ എടുക്കാൻ പറ്റും. ഫോർ GSTയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ GSTയിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ റിട്ടേണിൻ്റെ ഡാറ്റ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് പ്രിവ്യൂ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ പ്രിവ്യൂ നമ്മൾ നമ്മുടെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് മാച്ച് ചെയ്തതിന് ശേഷം അത് ടാലി ആവുന്നുണ്ടെന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ വൺസ് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിലും നല്ലതാണ് എപ്പോഴും അത് റീചെക്ക് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനും പ്രോപ്പറായിട്ട് വർക്കിങ്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ ഫയൽ ചെയ്ത ഒരു റിട്ടേണിൻ്റെ ഒരു സ്ക്രൂട്ടിനിയോ അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ക്വറി വരുന്നത് മേ ബി ഒരു 2 years കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു 2 or 3 years കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് ഈ പർട്ടിക്കുലർ ഇതിൻ്റെ ഡാറ്റയോ ട്രാൻസാക്ഷൻസോ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓരോ മാസം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഡാറ്റ കാര്യങ്ങളെല്ലാം നമ്മളൊരു പ്രോപ്പർ വർക്കിംഗ് ഫോർമാറ്റിലാക്കി ആ വർക്കിങ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു
ഒരു റീചെക്കിനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഇതിപ്പം ബിസിനസ്സുകാർക്ക് അവർക്ക് ഇൻറ്റേർണലി ഒരു സ്ട്രോങ് അക്കൗണ്ട്സ് ടീം ഇല്ല, ഇത് ഫയൽ ചെയ്യാനായിട്ടില്ലെങ്കിൽ എപ്പോഴും അതൊരു എക്സ്പെർട്ടിനെ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാം. സോ അവർക്കത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും, അവർ ഈ ഫീൽഡിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു GSTയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഒരു റിട്ടേൺ ഫയലിങ്ങിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും അവർ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് അവർക്ക് അഡാപ്റ്റ് ചെയ്ത് ഒരു നല്ല സർവീസ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും എറർ ഫ്രീ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അവരും പ്രോപ്പർലി വർക്കിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ GST ITC ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അക്കോർഡിംഗ് ടു യു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതെ. GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യമേ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താണ് GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞത്? അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യുവാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് എൻറ്റിറ്റി ആ സപ്ലയർക്ക് അതിൻ്റെ GST കൊടുക്കുന്നുണ്ട്. ഇത് സെയിൽ ചെയ്യുമ്പോൾ ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ GST കളക്ട് ചെയ്യുന്നുണ്ട്. സോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST അത് മൊത്തം ഗവൺമെൻറ്റിൽ അടച്ചിട്ടുണ്ടെങ്കിൽ സപ്ലയർക്ക് ഓൾറെഡി ഈ എൻറ്റിറ്റി ഒരു ടാക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഒരേ പ്രോഡക്റ്റിൽ തന്നെ ഡബിൾ ടാക്സ് ആയി. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അതായത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്ന് സപ്ലയർക്ക് ഓൾറെഡി കൊടുത്ത ടാക്സ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രം ഈ ബിസിനസ് എൻറ്റിറ്റി ഗവൺമെൻറ്റിൽ അടച്ചാൽ മതി. അപ്പോൾ ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ITC ആ ടാക്സ്, സപ്ലയർക്ക് കൊടുക്കുന്ന ആ ടാക്സാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, ഈ മേടിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതിനായിരിക്കണം ITC, അത് സെയിലബിൾ ആയിരിക്കണം. അപ്പോൾ അതിൽ ഓൾറെഡി ലീഗലി തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. അപ്പോൾ അതിലൊരു ഉദാഹരണമാണ്, ഒരു വെഹിക്കിൾ മേടിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗുഡ്സ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടല്ലാത്ത, ഇപ്പോൾ പ്രൈവറ്റ് ഒരു കാർ മേടിക്കുകയെന്ന് വിചാരിക്കും. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു വെഹിക്കിൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ഗുഡ്സോ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുവാണ്, ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് പണിയുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ സ്റ്റീല് അല്ലെങ്കിൽ ഇതൊക്കെ മേടിച്ചതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാകാം. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡയറക്റ്റ്ലി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു ടാക്സ് റിക്കവറി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ആരൊക്കെ സപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഡാറ്റയെല്ലാം നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ പിന്നീട് നമ്മൾ ഇത് ചെയ്യേണ്ടത്, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം മന്ത്ലി നമുക്ക് 2 റിട്ടേൺസ് ആണുള്ളത്, GSTR 1 ഉം GSTR 3B. ഇതിൽ GSTR 3B ഫയൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻപുട്ട് ടാക്സിൻ്റെ ഫിഗർ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് GSTR 1 നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ, നമ്മുടെ കസ്റ്റമേഴ്സിനുള്ള സെയിൽസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. GSTR 3Bയിൽ ഈ GSTR 1 കൊടുത്തതിൻ്റെ ഒരു സമ്മറി ആയിട്ട് ടോട്ടൽ ഇത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിന് അഗെയിൻസ്റ്റ് നമ്മൾ GST ഇൻപുട്ട് ക്ലെയിം കൊടുക്കണം. അപ്പോൾ ഈ GST ഇൻപുട്ട് ക്ലെയിമിൽ കൊടുക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന അവർ GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ടാവും. ആ ഡാറ്റ അനുസരിച്ചാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന്, ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് മേടിച്ചു, അതിൻ്റെ ബില്ല് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻപുട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഈ സപ്ലയർ നമ്മുടെ GST നമ്പറിൽ തന്നെ ഈ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഇൻ കേസ് ആ സപ്ലയർ GST റിട്ടേൺസ് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ITC എടുക്കാനുള്ള എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ ITC ഡീറ്റെയിൽ സപ്ലയേഴ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ GST പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ GSTR 2B എന്നുള്ളൊരു ഡാറ്റാബേസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ ഒരു മാസത്തെ നമ്മുടെ പർച്ചേസ് അല്ലെങ്കിൽ എലിജിബിൾ ഇൻപുട്ട് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ആ ബിൽസ് എല്ലാം നമ്മുടെ സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇൻ കേസ് അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സപ്ലയേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യണം.
ഗവൺമെൻറ് ഇൻഡയറക്ട്ലി സേസ് ഈസ് ഈ കംപ്ലയിൻസ് നമ്മൾ വഴി എൻഷുർ ചെയ്യുകയാണ്. അതായത് സപ്ലയർ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ കൊണ്ട് എൻഷുർ ചെയ്യിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നു സപ്ലയർ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ടു ഗെറ്റ് ദ ITC. സോ അത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്ലയറെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഗവൺമെൻറ് ഓൾസോ തിങ്സ് ദാറ്റ് സപ്ലയർ ഫയൽ ചെയ്താലേ ഗവൺമെൻറ്റിന് ആ ടാക്സ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഒരു ITC മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. സോ അത് നമ്മൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർലി ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓരോ മാസം വന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു നല്ല അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റീകൺസിലേഷൻ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് വലിയ ഹ്യൂജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് റീകൺസിലേഷൻ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്ക് ടു MSMEs ആൻഡ് സ്മോൾ ഓൺടർപ്രണേഴ്സ്, അവർക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുമോ? ഇനി പറ്റുമെങ്കിൽ തന്നെ അതിനുള്ള കോമൺ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ടാക്സ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ബിഗ്ഗർ ബിസിനസ് ആയാലും സ്മോൾ ബിസിനസ് ആയാലും ഒരുപോലെയാണ്. ഇതിൽ സ്മോൾ ബിസിനസ്സിന് എക്സ്ട്രാ കുറച്ച് വേവേഴ്സ് കാര്യങ്ങൾ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന ഓപ്ഷൻസ് കാര്യങ്ങളാണ്. അതല്ലാതെ നമ്മൾ നോക്കുമ്പോൾ സ്പെസിഫിക്കലി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ എക്സ്പെൻസസ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് അതിന് ക്ലെയിം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലീഗലി ടാക്സ് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ. ഇപ്പോൾ ഒരു ബിസിനസ് മാൻ ഇപ്പം ഹീസ് റണ്ണിങ് എ ബിസിനസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ് ഒരു ബിസിനസ് എക്സ്പെൻസ് ആക്കി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പല കേസുകളിലും ചെറിയ ബിസിനസ്മാൻ അവർ പല ബിസിനസ് എക്സ്പെൻസസും ബിസിനസ്സിൽ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. അവരത് പേഴ്സണൽ എക്സ്പെൻസായിട്ട് ഡീം ചെയ്യുന്നുണ്ട്. ഈ ഫ്യൂവൽ എക്സ്പെൻസസ്, അതല്ലെങ്കിൽ ചെറിയ സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസസ്. അപ്പം അതൊക്കെ നമുക്ക് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അതിന് ക്ലെയിം എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രോപ്പർലി ഇത് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇതിന് പ്രോപ്പർ സപ്പോർട്ടിങ്സ് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുക. പിന്നീട് ഒരു സ്ക്രൂട്ടിനി വന്നാൽ പോലും ഇത് ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ എക്സ്പെൻസസ് മാക്സിമം ഇൻ ദ സെൻസ് അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ ബുക്സിൽ കാണിച്ച് പോവുക. പ്ലസ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസ് ഇതിലേക്ക് വരാതെ ശ്രദ്ധിക്കുക. എപ്പോഴും അതിനൊരു രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ വെക്കണം. ഇപ്പോൾ ചെറിയ ബിസിനസ്സുകളിൽ സംഭവിക്കുന്ന മെയിൻ പ്രശ്നമാണ് പേഴ്സണൽ എക്സ്പെൻസും ബിസിനസ് എക്സ്പെൻസും മിക്സപ്പ് ചെയ്ത് പോവുക. ഇത് സെപ്പറേറ്റ് ആക്കി തന്നെ വയ്ക്കുക. ബിസിനസ് എക്സ്പെൻസ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെ പോവാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു പ്രോഫിറ്റബിലിറ്റി അറിയാൻ പറ്റും. അതിനനുസരിച്ചുള്ള ടാക്സ് നമുക്ക് കൊടുക്കേണ്ടിയും വരും. പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു കീ ഫാക്ടറായിട്ട് ഇപ്പം സാറുടെ പല ആൻസേഴ്സിൽ നിന്നും മനസ്സിലായി. അപ്പം ഒരു ഫുൾ ടൈം അക്കൗണ്ടൻ്റ് ഇല്ലാതെ ചെറിയ ബിസിനസ്സുകാർക്ക് ഇത് സാധിക്കുമെങ്കിൽ അത് എങ്ങനെയാണ് അവർക്കത് പറ്റുക? പ്രോപ്പർ അക്കൗണ്ട്സ് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത്. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ പല സോഫ്റ്റ്വെയർസും അവൈലബിൾ ആണ്. അക്കൗണ്ടിങ് റെഡി ടു അക്കൗണ്ട് സോഫ്റ്റ്വെയർസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ബേസിക് നോളജ് ഉള്ള ആർക്ക് വേണേലും അക്കൗണ്ടിങ് ചെയ്യാം. ബാക്കി ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടത്, ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പം അതിലൊരു കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ളൊരു ഇനിഷ്യേറ്റീവ് ഒരു എൻ്റർപ്രണറുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. പലപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇനിഷ്യലി അക്കൗണ്ടിങ്ങിൽ ശ്രദ്ധിക്കില്ല. ഇനിഷ്യലി മുതൽ അക്കൗണ്ടിങ്ങിലും ശ്രദ്ധ പുലർത്തി കണ്ടിന്യൂസ് ആയിട്ട് എൻട്രീസും കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് എല്ലാ എക്സ്പെൻസസും റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ബിസിനസ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു ചെറിയ ബിസിനസ്സിന് എങ്ങനെ അക്കൗണ്ടിങ് സെറ്റപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ തന്നെ അക്കൗണ്ടിങ് സ്ട്രക്ചർ ചെയ്യുക. എയ്തർ ഈ ബിസിനസ് ഓണേഴ്സിന് സെൽഫായിട്ട് അത് ചെയ്യാൻ പറ്റണം, അതല്ലെങ്കിൽ അവരൊരാളെ എംപ്ലോയ് ചെയ്യണം. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് എക്സ്പെൻസും ഇൻകവും എല്ലാം റെക്കോർഡ് ചെയ്ത് റിട്ടേൺസും കംപ്ലയിൻസും എല്ലാം പാലിച്ച് തന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പോകണം. ഇത് സ്റ്റാർട്ടിങ് ചെയ്യാണ്ട്
ഒരു ഒരു ബിസിനസ് ഒരു ഗ്രോത്ത് ലെവലിലേക്ക് പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അക്കൗണ്ടിങ്ങിലൊരു ഇഷ്യൂസ് വരുന്നത്. അപ്പം അത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ അത് ചെയ്തു പോവുക. ഇൻ കേസ് അതിനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഒരു എൻ്റർപ്രണർക്ക് സ്റ്റാർട്ടിങ്ങിലില്ലെങ്കിൽ ഇപ്പോൾ ഈസിലി ഔട്ട്സോഴ്സ് ചെയ്യാവുന്ന ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയാലും അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ആയാലും ഇഷ്ടംപോലെ അക്കൗണ്ടിങ് വർക്കുകൾ അവരുടെ ഓഫീസിൽ നിന്ന് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളായാൽ പോലും ഇഷ്ടംപോലെ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു അക്കൗണ്ട് തന്നെ വെക്കേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ ഒരു പ്രോപ്പർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ടൂൾസിനെ കുറിച്ച് പറഞ്ഞു സാർ. അപ്പോൾ ഓൺടർപ്രണേഴ്സിന് ബെസ്റ്റായിട്ട് അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് സാർ പറഞ്ഞുതരാൻ പറ്റും? ഇപ്പം നമ്മളിവിടെ കേരളത്തിലൊക്കെ അധികം ഉപയോഗിക്കുന്ന മെയിൻലി 2 സോഫ്റ്റ്വെയർസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ടാലിയും ഒന്ന് സോഹോയാണ്. ഇപ്പോൾ രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ടാലി ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പ്യുവർ അക്കൗണ്ടൻ്റ് സോഫ്റ്റ്വെയർ ആണ്. ഒരു ജേണൽ എൻട്രീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻട്രീസ് ആ സച്ചാണ് അതിലേക്ക് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് നോളജ് ഉള്ള ആൾക്കേ ടാലി കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ടാലി എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതൊരു ക്ലൗഡ് ബേസ്ഡ് അല്ല. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ലോക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ലോക്കൽ സെർവർ, അതിലായിരിക്കും ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഡിപ്പെൻഡഡ് ആണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്, ടാലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സിസ്റ്റം ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ ടാലിയും ക്രാഷ് ആവും. അതിൻ്റെ ഡാറ്റയൊക്കെ പ്രോപ്പർലി നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. സോഹോ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോഹോ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. സോ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇപ്പം നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലോ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, ഇപ്പം വേൾഡിൽ എവിടെ നിന്ന് വേണമെങ്കിലും ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതിൻ്റെ ഒരു എൻട്രീസ് നമുക്ക് ഇടാൻ പറ്റും. അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം മൊബൈലിൽ കിട്ടും. പക്ഷേ അത് ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. നമുക്കതിൻ്റെ ലൈസൻസ് എല്ലാ വർഷവും റിന്യൂ ചെയ്ത് എത്ര നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ആ ഒരു രീതിയിലാണ് സോഹോ വരുന്നത്. കുറച്ചുകൂടി ഒരു അക്കൗണ്ടിങ് നോളജ് ഇല്ലാത്ത ആൾക്കാർ ഒരു അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സോഹോ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഫിംഗർ ടിപ്സിൽ തന്നെ റിസീവബിൾസ് അല്ലെങ്കിൽ പേയബിൾസ് എത്രയുണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ മൊബൈൽസിൽ തന്നെ നമുക്ക് കാണാനും ഇത് ചെയ്യാനും പറ്റും. ഇതൊക്കെ ഇനിഷ്യലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അത് ഭയങ്കരമായിട്ട് ആ ബിസിനസ്സിനെ ഹെൽപ്ഫുള്ളായിരിക്കും. അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം, ദാറ്റ് ഇസ് ദ കീ എന്നാണ് സാറിൻ്റെ ആൻസേഴ്സിന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യും? അപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോഫിറ്റബിലിറ്റി, ഒന്ന് ക്യാഷ് ഫ്ലോയാണ്. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി, ഇപ്പോൾ ഒരു ബിസിനസ് ചിലപ്പോൾ പ്രോഫിറ്റബിലിറ്റി നന്നായിട്ടുണ്ടാവാം, പക്ഷേ നമ്മളെപ്പോൾ നോക്കിയാൽ ആ ബിസിനസ്സിൽ ക്യാഷ് ഷോർട്ടേജ് ആയിരിക്കാം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് പ്രോഫിറ്റിലാണ്, പക്ഷേ ക്യാഷ് വരുന്നില്ല. ഇപ്പോൾ ക്യാഷ് വരുന്നതിൻ്റെ മെയിൻ കാര്യം ഇപ്പം ഒന്നുകിൽ അത് റിസീവബിൾസിൽ ബ്ലോക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആകെ ഒരു 40 ലക്ഷം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി, ഒരു വർഷം 40 ലക്ഷം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ഒരു 2 കോടി രൂപ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് റൺ ചെയ്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ക്യാഷ് ഫ്ലോ അത്രയും വന്നം എന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 40 ലക്ഷം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിക്ക് ഒരു 20 ലക്ഷം 25 ലക്ഷം റിസീവബിളിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് റിസീവബിൾസ് ആണ്. അപ്പോൾ അതും അവർക്ക് ആ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എപ്പോഴും റിസീവബിൾസ് കളക്ഷനും ഇൻവെൻട്രി ടേൺ ഓവറും നമ്മുടെ കറക്റ്റ് ഇൻവെൻട്രി പൊസിഷനായിരിക്കണം. നമ്മുടെ റിസീവബിൾസ് പ്രോപ്പർലി കളക്ട് ചെയ്ത് പോകണം. നമ്മളൊരു ഈ പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും റിസീവബിൾസിൻ്റെ ട്രാക്ക് ഉണ്ടാവും. അത് ഫോളോ അപ്പ് ചെയ്ത് പോവുക. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇൻഡെക്സ് ചെയ്യുക. നല്ല പേയ്മെൻറ്റ് ബിഹേവിയർ ഉള്ള കസ്റ്റമേഴ്സിനെ നന്നായിട്ട് സർവീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് തരുന്നില്ല അല്ലെങ്കിൽ ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് ഇതർ ആ സർവീസസ് അല്ലെങ്കിൽ ഫർദർ സെയിൽസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ബാഡ് ഡെപ്സ് വരുന്നതിന് മുന്നേ തന്നെ അത് ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസീവബിൾസ് കളക്ഷനിലെ ഏറ്റവും നല്ലതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം റിസീവബിൾസ് കളക്ഷനും കറക്റ്റ് ഇൻവെൻട്രി ഇതും ഉണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ അഫക്റ്റ് ആവാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ സപ്ലയേഴ്സ് നമുക്ക് ഗുഡ്സ് അല്ലെങ്കിൽ ഇത് തരുമ്പോൾ അവരൊരു ക്രെഡിറ്റ് പീരീഡ് നമുക്ക് തരുന്നുണ്ട്. ഈ ക്രെഡിറ്റ് പീരീഡ് കറക്റ്റായിട്ട് നമുക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സപ്ലയേഴ്സ് ക്യാഷ് ഡിസ്കൗണ്ടുകൾ ഓഫർ ചെയ്യാറുണ്ട്.
ഇപ്പോൾ ചില സപ്ലയേഴ്സ് പറയും ഇപ്പോൾ ഒരു ബില്ല് ഇൻ അഗേൻസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2% ക്യാഷ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 5% ക്യാഷ്. സോ അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസിലി ഈ ഡിസ്കൗണ്ട്സ് എല്ലാം അവൈൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അതെല്ലാം നമ്മളെ ക്യാഷ് ഫ്ലോയിലെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ക്യാഷ് ഫ്ലോനെ നമുക്ക് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ട ഒരു കാര്യം, ഇത് കണ്ടിന്യൂസ്ലി റിവ്യൂ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിസീവബിൾസ് കളക്ഷൻ ഒന്ന് റിവ്യൂ ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പീരിയോഡിക്കലി ചെയ്യണം. അത് ഡിപ്പെൻഡിങ് ഓൺ ബിസിനസ് അനുസരിച്ച്. ഇപ്പോൾ എയ്തർ മന്ത്ലി അല്ലെങ്കിൽ ബൈ വീക്കിലി ഇത് തന്നെ റിവ്യൂ എടുത്ത് ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്ത് തന്നെ ഇത് ചെയ്യണം. ഇത് ഫോളോ അപ്സും റിവ്യൂസും ഇല്ലാതെ വരുമ്പോൾ ഇത് ലോങ് ഏജ്ഡാവും. അപ്പോൾ ഇൻവെൻട്രി പൊസിഷൻ ആയാലും റിസീവബിൾ പൊസിഷൻ ആയാലും അതുപോലെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരണം. പിന്നെ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാവുന്നത് ഇപ്പം ബാങ്കുകളിൽ നിന്നൊക്കെ നമുക്ക് OD അല്ലെങ്കിൽ CC ഫെസിലിറ്റീസ് കിട്ടും. ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് റിസീവബിൾസ് അല്ലെങ്കിൽ സ്റ്റോക്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ബാങ്കുകളിൽ നിന്ന് CC അല്ലെങ്കിൽ OD ഫെസിലിറ്റീസ് എടുക്കുക. അതെടുത്തിട്ട് അതും പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺടർപ്രോണേഴ്സ്, എസ്പെഷ്യലി സ്മോൾ സ്കെയിൽ ഓൺടർപ്രോണേഴ്സ്, അവർ കമ്മിറ്റ് ചെയ്യണ ഒരു ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് താങ്കളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയായിരിക്കും? ചെറിയ സംരംഭകർ തുടക്കത്തിലുണ്ടാവുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അക്കൗണ്ട്സിന് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് ഇമ്പോർട്ടൻസ് കുറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് ഇനിഷ്യലി മുതലേ പ്രിപ്പയർ ആവാണ്ട് വരും. പിന്നീട് അത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്നൊരു പേയ്മെൻറ്റ് പോയത്, ഇന്ന് പേയ്മെൻറ്റ് പോയത് എന്തിനു വേണ്ടി പോയതാണ് എന്ന് നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈവൻ ബിസിനസ് ഓണേഴ്സിന് അവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അത് ഡെയിലി ബേസിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രീസ് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ഇത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോയിൽ ശ്രദ്ധിക്കാതിരിക്കുക. ഇപ്പം എല്ലാവരും ബിസിനസ് കൂടുതൽ ടേൺ ഓവർ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് കൊടുത്ത് ബിസിനസ് കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ക്രെഡിറ്റ് കൊടുക്കുന്ന എല്ലാം റിക്കവറായി വരുന്നുണ്ടോ എന്നുള്ളത് പലരും ചിന്തിക്കാറില്ല. അതൊരു സിറ്റുവേഷൻ, അപ്പോൾ അവർക്കൊരു ക്യാഷ് ക്രഞ്ച് സിറ്റുവേഷൻ എത്തുന്ന വരെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നേരത്തെ മുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതെല്ലാം ലോങ് ഏജിലാവും. അപ്പോൾ നമ്മളൊരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് അത് ലോങ് ഏജിലായിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സപ്ലൈയുടെ എമൗണ്ട് കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് സപ്ലൈ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് ടു നേച്ചർ ഓഫ് ബിസിനസ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ബാഡ് ഡെപ്സിനുള്ള പോസിബിലിറ്റീസ് കുറയും. പിന്നെ ഒരു കോമൺ മിസ്റ്റേക്ക് കണ്ടുവരുന്നത്, ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജസിൽ ഈ പേഴ്സണൽ എക്സ്പെൻസസും ബിസിനസ് എക്സ്പെൻസും മിക്സപ്പ് ചെയ്യും. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു പേഴ്സണൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് എക്സ്പെൻസസ് പേ ചെയ്യുന്നു, സപ്ലൈസിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നു, കസ്റ്റമേഴ്സിൻ്റെ കളക്ഷൻ കറണ്ട് അക്കൗണ്ടിൽ വരുന്നു, കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ബിസിനസ് ഓണറുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ള പേയ്മെൻറ്റ്, വീട്ടിലേക്കൊരു ഫർണിച്ചർ മേടിച്ചത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു. അപ്പം അങ്ങനെ പേഴ്സണൽ എക്സ്പെൻസസും ബിസിനസ് എക്സ്പെൻസസും മിക്സപ്പ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ മിക്സപ്പ് ആകുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ പാർട്ട്ണറുടെ പേഴ്സണൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്സിലെ ട്രാൻസാക്ഷൻസും ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അത് പിന്നീട് സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ചെക്കിങ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ഫൈനലി ഓഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്യാൻ നേരത്തും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ പേഴ്സണൽ എക്സ്പെൻസും ബിസിനസ് എക്സ്പെൻസും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പേഴ്സണൽ എക്സ്പെൻസിനും പേഴ്സണൽ സേവിങ്സിനും വേണ്ടിയിട്ട് സേവിങ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ബിസിനസ് എക്സ്പെൻസ് എപ്പോഴും ബിസിനസ്സിൻ്റെ പേരിലുള്ള കറണ്ട് അക്കൗണ്ടിൽ മാത്രം ചെയ്യുക. അപ്പോൾ അത് ആണ് വേറൊരു ഇത് വരുന്നത്. പിന്നെ ഒരു കാര്യം ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്,
പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് ബിസിനസ് ചെയ്തു പോകും. അവരുടെ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പോലും അവർ നോക്കാറില്ല. ഇപ്പോൾ അവർ ഒരു മാസം റൺ ചെയ്യും, അവരെ സംബന്ധിച്ച് ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്, അവർ എമൗണ്ട് അവരുടെ സെയിലാവുന്ന ഐറ്റംസിന് അഗെയിൻസ്റ്റ് ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്, അവർക്ക് സപ്ലൈസിന് പേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരുടെ ബിസിനസ് പ്രോഫിറ്റിലാണോ റൺ ചെയ്യുന്നത് എന്നുള്ളത് അവർ റിവ്യൂ ചെയ്യാറില്ല. ഇത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സ്റ്റാർട്ടിങ് മുതലേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ മാസവും നമ്മൾ ആ മാസത്തെ പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്ത് റിവ്യൂ ചെയ്യണം. എവിടെയാണ് നമുക്ക് ലോസ് വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്, എവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് കുറവുള്ള ബിസിനസ് അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ബിസിനസ്. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റീവ് ആക്ഷൻസ് എല്ലാ മാസവും എടുത്തുകൊണ്ടിരിക്കണം. ഈ റിവ്യൂ പീരിയോഡിക് ആയിട്ട് തന്നെ നടക്കണം. ഇതൊരു നമ്മളിത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണേഴ്സ് ഇത് കാണാണ്ട് അല്ലെങ്കിൽ അവരെ അറിയാണ്ട് ഒരു ലോസ് മേക്കിംഗ് ബിസിനസ്, ഇപ്പോൾ ഒരു ബിസിനസ് ഓണർക്ക് ഒരു എ എന്ന് പറഞ്ഞ പ്രോഡക്റ്റും ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റും ഉണ്ടാവും. എക്ക് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും, ബിക്ക് പ്രോഫിറ്റ് മാർജിൻ കുറവായിരിക്കാം. അപ്പോൾ ഇദ്ദേഹം ബി എന്നുള്ള പ്രോഫിറ്റ് മാർജിൻ കുറവുള്ളതോ അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം അവരുടെ ബിസിനസ്സും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒരു സക്സസ് ആവാതെ വരും, അല്ലെങ്കിൽ ഫെയിലിയറിലേക്ക് പോവാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിന് അറിയണം അവരുടെ ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ, എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് അറിയണം. അപ്പോൾ അതും ഈ ബിസിനസ് ഓണേഴ്സ് ഇനിഷ്യലി മുതലേ നോക്കേണ്ട ഒരു കാര്യമാണ്. പലരും തന്നെ അത് ചെയ്യാറില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് റെഗുലേറ്ററി കംപ്ലയൻസസ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ GST റിട്ടേൺ ഫയലിംഗ് അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയലിംഗ്, ഇതിന് പലപ്പോഴും ഒരു പുതിയ സംരംഭകർ ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അത് പക്ഷേ അവരുടെ ബിസിനസ്സിനെ തന്നെ പിന്നീട് അവരുടെ ബിസിനസ്സിനെ തന്നെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും. ഇപ്പം GST റിട്ടേൺസൊക്കെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പെർ ഡേ വെച്ചിട്ട് ഫൈൻസ് കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ ഇ-വേ ബില്ല് ബ്ലോക്കാവും, അങ്ങനത്തെ പല അഡ്വേഴ്സ് എഫക്ട്സുകളും ഉണ്ടാവും. അപ്പം റെഗുലേറ്ററി കംപ്ലയൻസ് എപ്പോഴും എൻഷുർ ചെയ്യുക. പിന്നെ ടാക്സ് പ്ലാനിങ് വലിയ ബിസിനസ്സുകൾക്ക് മാത്രമാണ് ഉള്ളത് എന്നാണ് എല്ലാവരുടെയും ഒരു ചിന്ത. പക്ഷെ അങ്ങനെയല്ല, ടാക്സ് പ്ലാനിങ് എപ്പോഴും ചെറിയ ബിസിനസ്സുകളും ചെയ്യണം. അത് എപ്പോഴും അവരുടെ ഓഡിറ്ററെ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൺസൾട്ട് ചെയ്ത് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്ത് എങ്ങനെ ടാക്സ് മാനേജ് ചെയ്യുക, എങ്ങനെ പ്രോപ്പർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിൽ അഡ്വൈസ് എടുത്ത് തന്നെ ഇനിഷ്യലി തന്നെ പോകണം. സോ അത് ലോങ് ടൈമിൽ ഇപ്പം ഒരാൾ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് അവർ ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായിരിക്കും ലൈഫ് ലോങ് ആ ബിസിനസ്സിൻ്റെ കൾച്ചർ വരുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെയുള്ള ഗുഡ് ഹാബിറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടൈമിൽ ഭയങ്കര ബെനിഫിഷ്യലായിട്ട് വരും. ഓക്കെ, ബാഡ് ഡെപ്റ്റ്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് സാറിന് പറയാനുണ്ടോ? ഓക്കെ, ബാഡ് ഡെപ്റ്റ്സ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബിസിനസ്മാൻ ഒരു കസ്റ്റമർക്ക് ഒരു സപ്ലൈ ചെയ്തതിന് ശേഷം ആ സപ്ലൈക്ക് എഗെയിൻസ്റ്റ് എമൗണ്ട് റിക്കവറബിൾ അല്ലാണ്ടാവുന്ന സിറ്റുവേഷനിലാണ് ഇത് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ ഫെയിലർ ആവുന്നു അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഫെയിലർ ആവുന്നതുകൊണ്ടായിരിക്കാം ബാഡ് ഡെപ്റ്റ് വരാത്തത്. അതല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ഫ്ലോ പ്രശ്നങ്ങൾ, അങ്ങനത്തെ അവിടെ ടെമ്പററി പ്രശ്നങ്ങളും ഉണ്ടാവാം, പെർമനൻറ്റ് പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഏത് രീതിയിലായാലും അവിടെ ഒരു ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ എപ്പോഴും നമ്മൾ ബാഡ് ഡെപ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ബിസിനസ്സിൽ ഒരു ക്രെഡിറ്റ് പോളിസി ഉണ്ടായിരിക്കണം. ഇപ്പം ഓരോ കസ്റ്റമർക്കും എത്ര വരെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് അലോ ചെയ്യാം, അല്ലെങ്കിൽ എത്ര ബിൽസ് വരെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ട് പോളിസി നമ്മുടെ ബിസിനസ്സിനുണ്ടാവണം. അത് നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു കസ്റ്റമർ എക്ക് ഒരു 20,000 വരെ ക്രെഡിറ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20,000 കഴിഞ്ഞാൽ വേറെ ബില്ലടിക്കാൻ പറ്റില്ല. സോ അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ബാഡ് ഡെപ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ ആ ബാഡ് ഡെപ്റ്റ് വിൽ ബി ലിമിറ്റഡ് ടു 20,000. സോ ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഒരുമിച്ച് പൊട്ടണമെന്നില്ല. അപ്പം ഈ 20,000 അല്ലെങ്കിൽ ഒരാൾ ഇത് ചെയ്യുമ്പോൾ ആ 20,000 നമുക്ക് ലോസ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ബാഡ് ഡെപ്റ്റ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പാണ്. നമ്മൾ ഇന്നൊരു ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ട്
1 വർഷം കഴിഞ്ഞ് അതിൻ്റെ പേയ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടാനായിട്ട് പാടാണ്. പക്ഷേ ഇന്ന് നമ്മൾ സപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് മന്ത് ഒരു നോർമൽ ക്രെഡിറ്റ് പീരീഡ് ഒരു 30 ഡേയ്സ് ഉണ്ടെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സപ്ലൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ബില്ല് റേസ് ചെയ്യുക. ഈവൻ റെസ്പെക്റ്റീവ് സർവീസ് ഓർ ഗുഡ്സ് ആണെങ്കിൽ അപ്പോൾ തന്നെ ബില്ല് പോവും. അത് കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് പോവുക. പിന്നെ ഒരു ബില്ല് പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ബില്ല് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സപ്ലൈ കൊടുക്കുക. അപ്പം അത് ഗുഡ്സിലാണ് കൂടുതലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം സബ്ജക്റ്റ് ടു നേച്ചർ ഓഫ് ബിസിനസ്സാണ്. ചില നേച്ചർ ഓഫ് ബിസിനസ്സിൽ അത് പറ്റിയെന്ന് വരില്ല. കണ്ടിന്യൂസ് സപ്ലൈ ഉള്ള ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതിൽ പറ്റിയെന്ന് വരില്ല. അങ്ങനെ നമ്മളൊരു ക്രെഡിറ്റ് പോളിസി നമ്മൾ ഡിഫൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാഡ് ഡെബ്റ്റ്സ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻസ്. പിന്നെയും കുറച്ചുകൂടി ഉണ്ട്. ഇപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ഒരു ലോങ് പെൻഡിങ് ആയിട്ടുള്ള ഇത് റിക്കവർ ചെയ്യുന്നതിന് സ്റ്റാഫിന് ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ റിക്കവറി ഓപ്ഷൻസ് നോക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഡ് ഡെബ്റ്റ്സ് കുറയ്ക്കാൻ പറ്റും. ഏത് ബിസിനസ്സാണെങ്കിലും അതായത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലൊരു എമർജൻസി ഫണ്ട് ഉണ്ടാവണം എന്നുള്ളതൊരു നിർബന്ധമായ കാര്യമാണല്ലോ. അതായത് സപ്പോസ് ഇൻകം ഇല്ലയെന്നുണ്ടെങ്കിലും അത് റൺ ചെയ്യാനുള്ള കുറച്ച് നാളത്തേക്ക് റൺ ചെയ്യാനുള്ള ഒരു എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സേവ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്? അതായത് FD ആയിട്ടാണോ അതോ അതിന് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? പിന്നെ അതിൽ ടാക്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്? അല്ല, ഈ എമർജൻസി ഫണ്ട് നമ്മൾ കരുതി വയ്ക്കുക എന്നുള്ളതിൽ അതിൽ പ്രത്യേകിച്ച് ടാക്സ് ഇംപ്ലിക്കേഷൻ വരുന്നില്ല. കാരണം അത് ഓൾറെഡി നമ്മുടെ ബിസിനസ്സിൽ ഓൺ ചെയ്തിട്ട് വന്നിരിക്കുന്ന ബിസിനസ് ജനറേറ്റ് ചെയ്ത് ടാക്സ് അടച്ചിട്ട് വന്നിരിക്കുന്ന ഫണ്ടാണ് നമ്മുടെ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞുള്ളത്. കാരണം നമ്മൾ ബിസിനസ്സിൽ നിന്ന് തന്നെ ഏൺ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു FD ആയിട്ടൊരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യുന്നതിന് നമുക്ക് ടാക്സ് ഒന്നും വരുന്നില്ല. പക്ഷേ അതിൽ ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്, അതിന് ടാക്സ് വരും. അതല്ലാതെ വേറെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനി ഈ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആ പർപ്പസ് കൂടെ നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എമർജൻസി വന്നത്? അപ്പോൾ നമുക്കത് ഒരു FD അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി തന്നെയാക്കി കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നില്ല. ഇപ്പോൾ FD മാത്രമാക്കി ഇടണം എന്ന നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി കൊടുക്കണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ 5 വർഷം നമ്മുടെ സ്ഥാപനത്തിൽ കണ്ടിന്യൂസ് സർവീസ് ഉള്ള ഒരാൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അയാൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയി വന്ന് 5 വർഷം നിന്നതിന് ശേഷം പിറ്റേ ദിവസം പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അപ്പോൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്ന ഒരു വലിയ ഫണ്ട് ഒരുമിച്ച് കൊടുക്കേണ്ടി വരും. സോ ആ സമയത്ത് അത്രയും ക്യാഷ് ഫ്ലോ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും ഗ്രാറ്റുവിറ്റി ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രാറ്റുവിറ്റി സ്കീമുകളുണ്ട്. അപ്പോൾ അത് സോൾലി ഫോർ ദാറ്റ് പർപ്പസാണ്. അപ്പോൾ നമുക്ക് അതല്ലാതെ നമ്മൾ ഒരു അതുപോലെയുള്ള നമുക്ക് ഫണ്ടുകൾ അത് നമ്മൾ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സിനാണ് നമ്മൾ ഇങ്ങനത്തെ ഇത് വരുന്നത്. അതല്ലാതെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഇതർ FD ആയിട്ട് വെക്കാം, അതല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് വെക്കുക. ഇപ്പോൾ ചെറിയ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് വെക്കാമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. അത് എപ്പോഴും ലിക്വിഡേറ്റ് ഇപ്പോൾ ആ ഫണ്ട് കൊണ്ടൊന്നും നമ്മളൊരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ലാൻഡ് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ഒരു FD ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഷെയർസിലോ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നോർത്തുകൊണ്ട് തെറ്റില്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്സിനായാലും MSMEസിനായാലും അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെയൊക്കെ റേസ് ചെയ്യാം? ഏതൊക്കെ വഴിയിലൂടെ അവർക്കത് റേസ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ബിസിനസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്. ഇതിന് പല മെത്തേഡ്സ് ഉണ്ട് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അതിൽ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ബാങ്ക് ലോൺസ് ആണ്. ബാങ്കിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വേരിയസ് ടൈപ്സ് ഓഫ് ലോൺസ് തരും. ഇപ്പോൾ ടേം ലോൺസ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ടേം ലോൺസ് ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്സ്, അങ്ങനത്തെ ഇതാണ്. ഇപ്പോൾ ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ഗീവ് എ ഫിക്സഡ് ഒരു ലംസം എമൗണ്ട് തരും ആൻഡ് ബിസിനസ് വിൽ റീപേ ഇറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഒരു മന്ത്ലി EMI എന്നുള്ള രീതിയിൽ, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഹൗസ് ലോണൊക്കെ പോലെ. പിന്നെ CC അല്ലെങ്കിൽ OD ഉണ്ട്. അപ്പോൾ അതിൽ അവരൊരു ലിമിറ്റ് നമുക്ക് തരും. ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 20 lakhs ലിമിറ്റ് വന്നാൽ വി ക്യാൻ യൂസ് ദാറ്റ് ലിമിറ്റ് ആസ് എ നോർമൽ ബാങ്ക് അക്കൗണ്ട്. നമ്മളൊരു നോർമലി ഒരു ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന പോലെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് മൈനസ് ആയിക്കൊണ്ടിരിക്കും. 20 ലക്ഷം വരെ മൈനസ് പോവാം. അപ്പോൾ എത്രയാണോ അത് ഡെയിലി ബേസിൽ എത്രയാണോ മൈനസ് വരുന്നത് അതിനനുസരിച്ച് അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് അതിൽ ബുക്ക് ചെയ്യും. അപ്പം ഇത് രണ്ട് നല്ല ഓപ്ഷൻസാണ് ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന സംബന്ധിച്ച്. ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കുമ്പോൾ ഒരു ബിസിനസ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
ഓണർഷിപ്പ് അവരുടെ കയ്യിൽ തന്നെ നിൽക്കും. അതാണ് ബാങ്കിൽ നമുക്ക് ഇത് കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഇപ്പം ഓരോ സ്കീമുകളുണ്ട്. ഇപ്പം മുദ്ര യോജന അല്ലെങ്കിൽ ഇപ്പം CGTMSE സ്കീമുകൾ. ഈ സ്കീമുകളൊക്കെയും ബാങ്ക് വഴി തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, പക്ഷേ അത് ഗവൺമെൻറ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ CGTMSE എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ CGTMSE ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ഓണർ സെക്യൂരിറ്റി ഓഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗവൺമെൻറ്റാണ് ബാങ്കുകൾക്ക് അത് ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ബാങ്കുകൾ സപ്പോർട്ട് ചെയ്ത് ലോൺസ് തരും. അപ്പോൾ CGTMSE ഗ്യാരണ്ടി അവിടെ, അപ്പോൾ CGTMSEക്ക് നമ്മളൊരു ഫീ കൊടുക്കണം, ഒരു ഇൻഷുറൻസ് പോലെ. അപ്പോൾ ബാങ്കിന് റിസ്ക് കുറവാണ്, ബിസിനസ് ഓണറെ സംബന്ധിച്ച് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ സ്കീമുകൾ പലതുണ്ട്. ചെറിയ മുദ്ര യോജനയുണ്ട്, ചെറിയ ലോൺസിന് ഇപ്പോൾ 10 lakhs അല്ലെങ്കിൽ 20 lakhs വരെ കൊളാറ്ററലൊന്നും ഇല്ലാണ്ട് MSMEകൾക്ക് ലോൺ കിട്ടും. അപ്പം ഇതെല്ലാം ബാങ്കിൽ നിന്നുള്ള ഓപ്ഷൻസാണ്. ഇനി അതല്ലാതെ പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് എപ്പാർട്ട് ഫ്രം ബാങ്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടിങ് ഉണ്ട്, നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കേസുകളിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ബിസിനസ് എൻറ്റിറ്റിയുടെ ഒരു ഓണർഷിപ്പ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ദേ ആർ അട്രാക്റ്റഡ് ബൈ ദ ഐഡിയ വി ആർ ഡൂയിങ്. നമ്മുടെ ബിസിനസ് ഐഡിയയിൽ അവർ അട്രാക്റ്റ് ചെയ്തിട്ട് അവർ നമ്മളിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവർക്കൊരു സ്റ്റേക്ക് കൊടുക്കും, പാർട്ട് ഓഫ് ഷെയർ കൊടുക്കും. സംടൈംസ് അത് ഡിപ്പെൻഡിങ് ആണ്, ഒരു കേസ് ടു കേസ് ഡിഫർ ചെയ്യും. ചില കേസുകളിൽ അവർ നമ്മുടെ ഒരു ഡയറക്ടർ ബോർഡിലൊരു അംഗമായിരിക്കും, അല്ലെങ്കിൽ അവർ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചില കേസുകളിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, വി ആർ ഫ്രീ ടു ഹാവ് അവർ ഓൺ ഡിസിഷൻസ്. പക്ഷേ അവർ ഫണ്ടിങ് മാത്രം ചെയ്യും, അത് ഒരു ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് ഫണ്ടിങ് ആയിരിക്കും. അപ്പോൾ ബാങ്കുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ബാങ്കുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദേ ക്യാൻ ഓൺലി പ്രൊവൈഡ് ലോൺസ്. ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും ആൻഡ് ദേ വിൽ എക്സ്പെക്റ്റ് എ റിട്ടേൺ ഇൻ ബാക്ക്. അത് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ പിന്നീട് ഇതൊരു വലിയ ബിസിനസ്സായി കഴിയുമ്പോൾ ആ ബിസിനസ്സിൻ്റെ ഷെയർസ് ലിസ്റ്റ് ചെയ്ത് റിക്കവർ ചെയ്യുന്നതായിരിക്കാം, ഓർ അവരുടെ ഒരു ബിസിനസ്സിന് സപ്പോർട്ടായിട്ടായിരിക്കാം. സോ വാട്ടെവർ, അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്. സോ അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഓൺഗോയിങ് ഡിസ്കഷൻസിൽ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്ത് ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് ചെയ്താണ്, ഡോക്യുമെൻ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഹൗ നമ്മുടെ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഹൗ അവർ ബിസിനസ് ഐഡിയ വിൽ ബി സ്കെയിലബിൾ ഇൻ ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ അത് ഇത്രത്തോളം സ്കെയിലബിൾ ആയിരിക്കും, ഇത്രത്തോളം വർക്കൗട്ട് ആവാനുണ്ട്, നമ്മുടെ സ്ട്രാറ്റജി എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അത് ആ ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലെൻറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്. സർ, ഗവൺമെൻറ് സ്കീംസിനെ കുറിച്ച് പറയണ്ടായി, മുദ്ര യോജന പോലത്തെ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് ഈ MSMEസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സ്കീംസും സബ്സിഡീസിനെ കുറിച്ച്. MSMEകൾക്കും ചെറിയ സംരംഭകർക്കും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് പല തരത്തിലുള്ള സപ്പോർട്ടും ഇനിഷ്യേറ്റീവ്സും എടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ MSME പല രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഇപ്പം മുദ്ര പോലെയുള്ള പ്രോജക്റ്റ്സ് എല്ലാം ഇത് ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണ്. അവർ ബാങ്കുകൾ വഴി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ അപ് ടു ഒരു 20 lakhs വരെ മുദ്ര യോജനയിൽ അവർ ഫിനാൻസ് ചെയ്യും. അപ്പം ഇനിഷ്യലി മേ ബി 10 lakhs വരെയൊക്കെ കിട്ടുള്ളൂ, പക്ഷേ അപ് ടു 20 lakhs വരെ ഇത് ചെയ്യും. അപ്പോൾ വാട്ട് ദേ ഹാവ് ഡൺ ഈസ്, ബാങ്കുകൾക്ക് ഗവൺമെൻറ് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കാണ്, യു ക്യാൻ പ്രൊവൈഡ് 20 lakhs വരെ കൊളാറ്ററൽ ഇല്ലാണ്ട് ലോൺസ് കൊടുക്കണം. പക്ഷേ അതിന് ഈ ബിസിനസ് ഓണർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ് ഓണർ അവരുടെ ബിസിനസ് ഐഡിയ എന്താണെന്നുള്ളത് റൈറ്റിംഗ് ആക്കി അതിൻ്റെ ഒരു റവന്യൂസും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും പ്രൊജക്റ്റ് ചെയ്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. പ്ലസ് അതർ ഡീറ്റെയിൽസ് മാറ്റർ. ഇപ്പം ഈ ബിസിനസ് ഓണറുടെ പ്രീവിയസ് ക്രെഡിറ്റ് ഹിസ്റ്ററി, സിബിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ബാങ്ക് അത് ഫിനാൻസ് ചെയ്യും. അപ്പോൾ അതിന് കൺസെഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ലൈക്ക് ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഒരു 10-11 ആ റേഞ്ചിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പക്ഷേ ഒരു ഇനിഷ്യൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് അതെപ്പോഴും ഒരു വലിയ സപ്പോർട്ടായിരിക്കും. ഈവൻ ഞങ്ങൾ വരെ ബിസിനസ് തുടങ്ങിയ സമയത്ത് മുദ്ര ലോൺസ് എടുത്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ CGTMSE പറഞ്ഞത് ഗവൺമെൻറ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇത് ഗ്യാരണ്ടി ചെയ്യുവാണ്. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാം, ഐ തിങ്ക് 2 crores വരെയാണെന്ന് തോന്നുന്നു
ലോൺ കൊടുക്കാം ബിസിനസ് ഓണേഴ്സിന്. അതിന് ഗ്യാരണ്ടി ഗവൺമെൻറ് ചെയ്യും. അപ്പോൾ ആ ഗ്യാരണ്ടി ഗവൺമെൻറ് ചെയ്യുന്നതിന് ഒരു 1% ഓർ 2% ഫീ ഈ ബിസിനസ് ഓണർ അവർക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലോൺ കിട്ടും. അപ്പം ഇത്രയും വലിയൊരു തുക ഈ ബിസിനസ് ഓണർക്ക് കിട്ടണമെങ്കിൽ ബിസിനസ് ഓണർ നോർമലി ആണെങ്കിൽ കൊളാറ്ററൽ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ കൊളാറ്ററൽ ഇല്ലാത്ത ഒരു നല്ല ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓണർക്ക് ഇത് CGTMSE ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടാണ്. മുദ്ര യോജന അല്ലെങ്കിൽ ഈ SIDBI സ്കീമൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ക്വാളിഫൈ ആവുന്നത് എങ്ങനെയാണ്? മുദ്ര യോജന ഈസ് ഫോർ MSCs, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനാണ് മുദ്ര യോജന കിട്ടുള്ളൂ. ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടാവണം. പിന്നെ മുദ്ര യോജന നോർമലി ഇത് ചെയ്യുന്നത് ഒരു ഇനീഷ്യൽ ഇയേഴ്സിനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ മുദ്ര യോജന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സിഡ്ബി സ്കീംസും അങ്ങനത്തെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് സ്കീംസും അത് വേറെ രീതിയിൽ നിൽക്കുന്ന കാറ്റഗറിയാണ്. അത് കൂടുതലും ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇത് ചെയ്യുന്ന അങ്ങനത്തെ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് പ്രോജക്ട്സിനാണ് സിഡ്ബി കൂടുതൽ, ഒരു ഇൻഡസ്ട്രീസിനാണ് കൂടുതൽ സിഡ്ബി പോലുള്ള സ്ഥാപനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഈ പറയുന്ന പോലെ തന്നെ കൊളാറ്ററലൊന്നും ഇല്ലാണ്ട് അവർ ലോൺസ് ഗ്രാൻറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും, ഇന്ന രീതിയിൽ റീപേയ്മെൻറ്റ് ചെയ്യാം, ഇന്ന രീതിയിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ നടത്താം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിട്ട് നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിലെല്ലാം ഇതെന്താണെന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് സ്കീംസും ഇതെല്ലാം ഓരോ രീതിയിലാണ്. ഇപ്പോൾ സിഡ്ബി വഴി ഒരിത് ഇപ്പോൾ കിൻഫ്ര വഴി കൊടുക്കുന്നുണ്ട്, KFC വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ ബാങ്ക്സ് വഴി ഉണ്ടാവാം. ഇതെല്ലാം എങ്ങനെയാണെന്നുള്ളതിൻ്റെ സ്കീംസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ഓരോ സ്ഥാപനത്തിലും അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിനൊരു വൺ പോർട്ടലില്ല എന്തൊക്കെ സ്കീംസാണ് ഉള്ളതെന്നുള്ളത്. നമുക്ക് ആ സ്ഥാപനങ്ങൾ ഇപ്പോൾ സിഡ്ബിയിൽ നമ്മൾ ഇപ്പോൾ ചെന്ന് ചോദിച്ചാലാണ് നമുക്കിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള എന്തൊക്കെ സ്കീമുകളാണ് ഇതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് പുറമേ നമുക്ക് MSMEകൾക്ക് സബ്സിഡീസ് കാര്യങ്ങളുണ്ട്. ഇപ്പം ESS സബ്സിഡീസ് ഉണ്ട്. ഇപ്പം മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ 1 കോടിയുടെ 30% വരെ MSME സ്ഥാപനങ്ങൾക്ക് സബ്സിഡീസ് കിട്ടും. മാനുഫാക്ചറിങ് കൺസേൺ ആണ്, വുമൺ എൻ്റർപ്രണേഴ്സിനുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്, അങ്ങനത്തെ സബ്സിഡീസ് ഉണ്ട്. പക്ഷേ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് പേപ്പർ വർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഫണ്ട് റേസ് ചെയ്യണ കാര്യങ്ങളൊക്കെ സാർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സ്ഥിതിക്കാൻ ചോദിക്കുകയാണ്. ഇപ്പം ബിസിനസ് ലോൺസ് എടുക്കുമ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്ത് റിസ്ക്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ റിസ്ക്സ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനത്തെ റിസ്ക്സ് ഒഴിവാക്കാനായിട്ട്? ബിസിനസ് ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലോൺ എന്ന് പറയുന്നത് ബാങ്കുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്. ബിസിനസ് ഓണർ ബാങ്കുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്. നമ്മൾ ഇത്ര രൂപ ബാങ്ക് ഫിനാൻസ് ചെയ്യുന്നു, അത് ഇന്ന രീതിയിൽ തിരിച്ചടവുകൾ അടയ്ക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻ്റാണ്. ഒരു ലോണിന് ബിസിനസ് ഓണർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ലോണിൻ്റെ പ്രൊപ്പോസൽ ബാങ്ക് സ്റ്റഡി ചെയ്തിട്ട് അവർ അത് സാങ്ഷൻ ചെയ്യും. സാങ്ഷൻ ചെയ്യുമ്പോൾ ഒരു സാങ്ഷൻ ലെറ്റർ ബാങ്ക് ഇഷ്യൂ ചെയ്യും. ഈ സാങ്ഷൻ ലെറ്ററിൽ ഈ ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെങ്ങനെ റീപേയ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈ സാങ്ഷൻ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാങ്ഷൻ ലെറ്റർ ഈ ബിസിനസ് ഓണർ വായിച്ചിരിക്കണം. അവർ വായിച്ച് അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ലോൺ ഡിസ്പേഴ്സ് ചെയ്യുള്ളൂ ബാങ്ക്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ലോണിന് പോയിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് വരുന്ന കുറേ പേപ്പറുകൾ ഒപ്പിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ അതങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൽ ഈ സാങ്ഷൻ ലെറ്റർ ഫസ്റ്റ് ഡോക്യുമെൻ്റാണ്. സാങ്ഷൻ ലെറ്ററിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒരു സമ്മറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളതും EMI എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ എത്ര ലോൺ എമൗണ്ട് ആണെന്നുള്ളതും സെക്യൂരിറ്റി എന്താണെന്നുള്ളത് എല്ലാം നോർമലി സാങ്ഷൻ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ലോൺ ഡോക്യുമെൻറ്റേഷൻ്റെ പാർട്ടായിട്ട് എഗ്രിമെൻറ്റ്സ് വരും. അപ്പോൾ ഈ എഗ്രിമെൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിച്ച് നോക്കേണ്ടതാണ്. അത് ഡ്യൂലി ഫിൽഡ് ഇൻ ആയിരിക്കണം. അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. കാരണം പിന്നീട് ഒരു ബാങ്കുമായിട്ടൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇതാണ് ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പല ബാങ്കുകളുണ്ടാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വേണമെങ്കിൽ ഒരു ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നോക്കി വേറൊരു ബാങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പല ബാങ്കുകളും പല ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇത് എടുക്കുക. ഈ ലോൺ എമൗണ്ട് എടുക്കുന്നതും
എത്ര വേണം, ആവശ്യമുള്ളതിന് കൂടുതൽ ലോൺ എടുത്തിട്ട് നമ്മൾ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര എമൗണ്ട് മാത്രം ലോൺ എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഇപ്പം നമുക്ക് ലോൺ എടുക്കുന്നതിന് ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റ് ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് കോസ്റ്റും ഇതിൻ്റെ പ്രിൻസിപ്പളും അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബിസിനസ്സിനുണ്ടാവണം. അപ്പോൾ അത് ഇനീഷ്യലി ജഡ്ജ് ചെയ്തതിന് ശേഷമേ നമ്മൾ അത്രയും ലോൺ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഒരു 20 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബിസിനസ് ഒരു 1 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഷുവറാണ്. നോർമലി ഇപ്പോൾ ബാങ്കുകൾ അങ്ങനെ ഫിനാൻസ് ചെയ്യില്ല, പക്ഷേ അതൊരു ഷുവറാണ് ആ ബിസിനസ് പിന്നീട് ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നിലെ അവർ ബിസിനസ് സെയിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ അസറ്റ്സ് ഇത് ചെയ്തിട്ടായാലും ആ ബിസിനസ് ഇത് ചെയ്യേണ്ടി വരും, ആ ലോൺ തിരിച്ചടയ്ക്കേണ്ടി വരും. അവരുടെ ക്യാഷ് ഫ്ലോ മൊത്തം ആവും, ക്യാഷ് ഫ്ലോ മൊത്തം ഡാമേജ് ആവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരാണ്ട് നോക്കുക. തിരിച്ച് നമ്മൾ ടാക്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ ലീഗലി ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ ബിസിനസ്സുകൾക്ക് സാധിക്കുമെങ്കിൽ അതെങ്ങനെയാണ്? ലീഗലി ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ എല്ലാ ബിസിനസ്സുകൾക്കും പറ്റും. പക്ഷേ അതിന് വേണ്ടത് ഇതെല്ലാം ഓരോ ബിസിനസ് നേച്ചർ അനുസരിച്ചും അവരുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ അനുസരിച്ചും അവർക്ക് ഏതൊക്കെ ടാക്സസ് ആപ്ലിക്കബിലിറ്റി വരുന്നു എന്നുള്ളതിനനുസരിച്ചുമാണ്. അത് നമുക്കൊരു ഒരു വൺ വേർഡ് ആൻസർ അതിന് പറയാൻ പറ്റില്ല. അത് അതെപ്പോഴും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു ടാക്സ് എക്സ്പെർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുക. കാരണം ഓരോ നേച്ചർ ഓഫ് ബിസിനസ്സിനും ഓരോ ടൈപ്പിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവർക്കൊരു ATIAC എന്നുള്ള സെക്ഷൻ ഉപയോഗിച്ച് അവർക്ക് ടാക്സ് ഹോളിഡേയ്സ് കിട്ടും. പക്ഷേ അതെല്ലാ ബിസിനസ്സിനും കിട്ടില്ല. ജനറലി അതല്ലാതെ നമുക്ക് ടാക്സ് ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എക്സ്പെൻസസും പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്ത് എല്ലാ കംപ്ലയിൻസസും ഇൻഷുർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഉള്ള ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്തോരമാണോ അതിന് മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടി വരുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് കിട്ടും. പക്ഷേ അതിപ്പോൾ എക്സ്പോർട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എക്സംഷൻ കിട്ടും. പക്ഷേ അത് എക്സ്പോർട്ടുള്ള ബിസിനസ്സിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ബിസിനസ് എന്താണ്, അവരുടെ പ്രോഡക്റ്റ് എന്താണ്, അവർക്ക് എത്ര വോളിയം ഉണ്ട്, ഇതിനൊക്കെ അനുസരിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ചെറിയ സംരംഭകർക്ക് GSTയും ഇൻകം ടാക്സിലൊക്കെ എന്തൊക്കെ ഇളവുകളാണുള്ളത്? ഇത് നമുക്ക് രണ്ടായിട്ട് പറയാം. ആദ്യമേ നമ്മൾ GST പറയാം. ഇപ്പോൾ GSTയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20 ലക്ഷത്തിന് മേളിൽ വിറ്റുവരവുണ്ടെങ്കിലാണ് ഒരു സർവീസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 40 ലക്ഷത്തിന് മേളിലാണെങ്കിൽ മാത്രം ഒരു ഗുഡ്സ് ട്രേഡിംഗ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ലിമിറ്റിന് താഴെയാണെങ്കിൽ ഒരു GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതായത് നമ്മുടെ ലോക്കൽ ഒരു ഗ്രോസറി സ്റ്റോർ ആണെങ്കിൽ അവർക്ക് ഈ വരുമാനത്തിൽ താഴെയാണെങ്കിൽ ഒരു GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് അവർക്കുള്ള ചെറിയ കാറ്റഗറി ആയതുകൊണ്ട് അവർക്ക് റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം വരെ, ഇപ്പോൾ ഒരു ഗ്രോസറി സ്റ്റോർ അവർക്ക് 40 ലക്ഷം കഴിഞ്ഞ ഒരു 45 ലക്ഷം ടേൺ ഓവർ ഉണ്ട് ഒരു വർഷം എന്ന് വിചാരിക്കുക. അപ്പോൾ അവരിത് GST കംപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ കംപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സിസ്റ്റം വെക്കണം. ഈ ഓരോ ബില്ലും അടിക്കണം. ഒരു സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്ന പോലെ അതിൽ GST കാണിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ അത്രയും ഒരു അക്കൗണ്ടിങ് ഒരു സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് ഫോളോ ചെയ്ത് പോകേണ്ടി വരും. അത് ഈ ചെറിയ പ്ലെയേഴ്സിന് അത് പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്ക് ഒരു ഓപ്ഷനായിട്ടാണ് കോമ്പോസിഷൻ എന്നുള്ള സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് GSTയിൽ പറയുമ്പോൾ 1.5 കോടി വരെ വിറ്റുവരവുള്ള ഒരു ഗുഡ്സ് ട്രേഡിംഗ് സ്ഥാപനം, അപ്പോൾ ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ 1.5 കോടി വരെയും, അതേസമയം സർവീസസ് ആണെങ്കിൽ 50 ലക്ഷം വരെയും ഉള്ള ഒരു വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഇങ്ങനെ ഓരോ ഇത്രയും ITC അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇതിൻ്റെ റെക്കോർഡ്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വിറ്റുവരവ് എത്രയാണോ അതിൻ്റെ ഒരു ഫ്ലാറ്റ് പെർസെൻറ്റേജ് ആയിട്ട് ടാക്സ് അടച്ചാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 കോടി രൂപ വിറ്റുവരവുള്ള ഒരു ഗുഡ്സ് ട്രേഡിംഗ് സ്ഥാപനമാണെങ്കിൽ അവർക്ക് 1% ടാക്സ് ഒരു മാസം അടച്ചിട്ടുണ്ടെങ്കിൽ, 1 കോടി എന്ന് ഉദ്ദേശിച്ചത് ഒരു വർഷത്തെ ടേൺ ഓവറാണ്. അപ്പോൾ 1% ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും റിട്ടേൺ ഫയലിങ്ങോ കാര്യങ്ങളോ അതിൻ്റെ റിട്ടേൺ ഫയലിംഗ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് ITCയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, ഇൻപുട്ട് ടാക്സിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, വേറെ പർച്ചേസിൻ്റെ അങ്ങനത്തെ ബുക്സ് ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് എളുപ്പമാണത്. അപ്പോൾ നേരെ 1 കോടി രൂപയുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ 1% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ
അവിടെ വേറെ പിന്നെ ഒരു സബ്സിക്വൻറ്റ് സ്ക്രൂട്ടിനിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് അതുപോലെ തന്നെ സർവീസസ് ആണെങ്കിൽ ഈ 1% എന്നുള്ളത് 6% ആവും. ഇപ്പോൾ ഒരു 50 ലക്ഷത്തിൽ താഴെ ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, ഒരു സർവീസ് സ്ഥാപനമാണെങ്കിൽ അവർ 6% അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ITC ഇൻപുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെല്ലാം ഈ ചെറിയ പ്ലെയേഴ്സിനെ പറ്റുള്ളൂ. പ്ലസ് അവർക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ടാവരുത്, അവർക്ക് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടാവരുത്, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഇൻകം ടാക്സ് ആക്റ്റിലും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇൻകം ടാക്സ് ആക്റ്റിൽ വരുമ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ഇൻ ദ സെൻസ് ഈ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽസും പാർട്ട്ണർഷിപ്പും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ്, LLP അങ്ങനെയുള്ളവർക്ക് ഈ ഓപ്ഷൻ പറ്റില്ല. അതിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 2 കോടി വരെ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് അവരുടെ ടേൺ ഓവറിൻ്റെ 8% നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിക്കുകയാണെങ്കിൽ അവർ വേറെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞു ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡ്രോ അപ്പ് ചെയ്യും. ലൈക്ക് അവരുടെ ടോട്ടൽ ടേൺ ഓവർ എത്ര, അവരുടെ പർച്ചേസ് എത്ര, എക്സ്പെൻസസ് എത്ര. അപ്പോൾ ഈ ടേൺ ഓവറിൽ നിന്ന് ഈ പർച്ചേസും എക്സ്പെൻസും എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിലാണ് ഇത്ര ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഇവർ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇപ്പം ആ ഒരു കൾച്ചർ നല്ലതാണെങ്കിൽ പോലും ഇപ്പോൾ ചെറുകിട സംരംഭകരും അല്ലെങ്കിൽ ചെറിയ ഈ സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഇത് ചെയ്യുന്നവർ അവർക്ക് ഇത്രയും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർക്ക് ഈവൻ ടാക്സ് അടയ്ക്കുന്നതിനേക്കാൾ ബേർഡൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം 1 കോടി രൂപ, അപ്പം 2 കോടി വരെയുള്ള ടേൺ ഓവറുള്ള ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ 8% 16 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അവർ പിന്നെ അക്കൗണ്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 8 എന്നുള്ളത് 6% കൺസിഡർ ചെയ്യാം അവർക്ക് ഇൻകം വരുന്നത് ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ. അപ്പോൾ ക്യാഷ് ആണെങ്കിലാണ് 8%. അപ്പോൾ അത് ഗവൺമെൻറ് ബാങ്ക് ട്രാൻസാക്ഷൻസ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരിതാണ്. അങ്ങനെയുള്ളവർക്ക് 6% കാണിച്ചാൽ മതി. അപ്പോൾ ദിസ് ഈസ് സ്പെസിഫിക് ടു ഈ പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം കമ്മീഷൻ ബിസിനസ് അങ്ങനത്തെ കുറച്ച് ബിസിനസ്സുകൾക്കൊന്നും പറ്റില്ല. പക്ഷേ അതല്ലാതെ ജനറലി ഉള്ള എല്ലാ മാനുഫാക്ചറിങ്, ട്രേഡിങ്, അത് സർവീസസ് ബിസിനസ്സിനൊക്കെ ഈ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് പ്രൊഫഷണൽസിന്, ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അങ്ങനെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഇതേ സ്കീം തന്നെ സർവീസസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് ഈ പറയുന്ന പോലെ 75 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 50% ഓഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന സർപ്ലസ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്താണ്? ഒരു ബിസിനസ്സിൽ സർപ്ലസ് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്, ഇപ്പം സർപ്ലസ് പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നത് തന്നെ ബിസിനസ് പ്രോഫിറ്റിലായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആ ബിസിനസ്സിലുള്ളത് കൊണ്ടാണ് അതിൽ സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. പിന്നെ അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണേഴ്സിന്, ബിസിനസ് ഓണേഴ്സിന് റിട്ടേൺ കൊടുക്കാൻ പറ്റും. അത് ഇപ്പം പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ പ്രൊപ്പറേഷൻഷിപ്പോ ഒക്കെ ആണെങ്കിൽ റെമ്യൂണറേഷനായിട്ടോ ഇതായിട്ടോ കൊടുക്കാം. അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഡിവിഡൻഡ് ആയിട്ടോ ഇതായിട്ടോ കൊടുക്കാം. പിന്നെ അതർ മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം FD അല്ലെങ്കിൽ വേറെ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ റിട്ടേൺസ് ഈ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ കിട്ടുന്നതുകൊണ്ടാണ് അവിടെ സർപ്ലസ് പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഫെച്ച് ചെയ്യുന്ന വേറെ ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് അവരുടെ പേഴ്സണൽ ആൻഡ് ബിസിനസ് ഫിനാൻസസ് മാനേജ് ചെയ്യേണ്ടത്, ടാക്സ് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് എപ്പോഴും ബിസിനസ് എക്സ്പെൻസസും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ റിലേറ്റഡ് ട്രാൻസാക്ഷൻസും പേഴ്സണൽ ട്രാൻസാക്ഷൻസും സെഗ്രിഗേറ്റ് ചെയ്യുക, അത് സെപ്പറേറ്റ് ആക്കി തന്നെ വയ്ക്കുക. ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ ഒരു കറണ്ട് അക്കൗണ്ടിൽ നിന്ന് പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ട്രാൻസാക്ഷൻസിന് വേണ്ടി വെച്ചിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കളക്ഷനോ അതിലേക്ക് വരുത്താതിരിക്കുക. ഇത് രണ്ടുമായിട്ട് എപ്പോഴും ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് പോവുക. ഇപ്പം ബിസിനസ് എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ആയാലും
അത് നമ്മളൊരു ഇപ്പോൾ പ്ലെൻറ്റി ഓഫ് നമുക്ക് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് മൊബൈലിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മാൻഡേറ്ററി ആണെന്നല്ല, പക്ഷേ നമുക്ക് പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാൻ അത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അധികം ഫ്രൂട്ട്ഫുള്ളാണ്. റെസ്പെക്റ്റീവ് നമ്മൾ പേഴ്സണലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസും കാര്യങ്ങളും എന്തായാലും ഡെയിലി ബേസിൽ റെക്കോർഡ് ചെയ്ത് എൻഷുർ ചെയ്ത് പോകണം. അത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം, അത് നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് മിക്സപ്പ് ചെയ്യരുത്. പ്രോപ്പർ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മാനേജ് ചെയ്യണം എന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? വാട്ട് കൈൻഡ് ഓഫ് എന്തൊക്കെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണ് വേണ്ടത്? ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഒരു എൻട്രി ഇടുകയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പർച്ചേസ് നമ്മൾ എൻട്രി ഇടുകയെന്ന് വിചാരിക്കുക. ഈ പർച്ചേസിൻ്റെ എൻട്രി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എൻട്രി നമുക്ക് റീവെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും നമ്മളവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അത് എയ്തർ സോഫ്റ്റ് കോപ്പി ആയിരിക്കാം അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിരിക്കാം, കുഴപ്പമില്ല. ഇപ്പം പർച്ചേസ് ആണെങ്കിൽ ആ പർച്ചേസിൻ്റെ സപ്ലയറുടെ ബില്ല് നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുണ്ടാവണം. ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു വർഷം മുന്നത്തെ ഒരു പ്രത്യേക ഡേറ്റിൽ ഒരു പർച്ചേസ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈസിലി എടുക്കാൻ പറ്റണം. അപ്പോൾ ആ പർച്ചേസ് ബില്ല് നമുക്ക് തപ്പാനായിട്ട് ഒരു 2 മണിക്കൂർ സമയം എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർലി ഇത് നമ്പർ ചെയ്ത് ഫയലിംഗ് സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്ത് ഫയലാക്കിയിട്ട് വെക്കണം. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോഹോ പോലെയുള്ള അക്കൗണ്ടിങ് പ്ലാറ്റ്ഫോംസ് പറഞ്ഞു, അതിൽ നമുക്ക് ഓരോ എൻട്രിയിൽ തന്നെ ഇതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടാലിയിലായാലും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഐഡിയാസ് എല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഇതിന് പുറമേ നമ്മൾ റെഗുലറായിട്ട് സൂക്ഷിക്കേണ്ട അല്ലാത്ത ഇതുണ്ട്, ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് വയ്ക്കുക, ഒരു പെറ്റി ക്യാഷ് എന്ന് വയ്ക്കുക. അവിടെ ഒരു പെറ്റി ക്യാഷ് സിസ്റ്റം നിർബന്ധമാണ്. ആ പെറ്റി ക്യാഷ് സിസ്റ്റം ഇത് നമ്മൾ ഒരു ക്യാഷ് രജിസ്റ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറും ആയിരിക്കാം. പക്ഷേ എൻഷുർ ദാറ്റ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നുള്ളത് ഇറ്റ്സ് അഡിക്വേറ്റ് ടു മാനേജ് ഓൾ ദീസ് തിങ്സ്. ഇപ്പം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണമെന്നുള്ളത് നമുക്ക് ഏകദേശം ക്ലിയർ ആയി നമ്മുടെ ഒരു ടോക്കിൽ നിന്ന്. അപ്പം അക്കോർഡിംഗ് ടു യു ഏതായിരിക്കും 3 ടോപ്പ് ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ഒരു ഓണ്ടർപ്രണർ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർ ബുക്ക് കീപ്പിംഗ്, എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് വരാം. ആൻഡ് സെക്കൻഡ് വൺ, ഓൾവേസ് ഡിഫറൻഷിയേറ്റ് പേഴ്സണൽ ആൻഡ് ബിസിനസ് എക്സ്പെൻസസ്. നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസ് എപ്പോഴും ബിസിനസ് എക്സ്പെൻസുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് തേർഡ് വൺ, ഓൾവേസ് ഹാവ് റിവ്യൂ ഓഫ് യുവർ ബിസിനസ് പെർഫോമൻസ്. അതായത് പീരിയോഡിക്കലി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, എത്ര ടേൺ ഓവർ വന്നിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ഏതാണ് പ്രോഫിറ്റ് മേക്കിംഗ്, ഏതാണ് ലോസ് മേക്കിംഗ്, എവിടെയാണ് കോസ്റ്റ് കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളിൽ അത് പീരിയോഡിക്കലി റിവ്യൂ ചെയ്ത് പോവുക. ഒരു സബ്ജക്റ്റ് ടു ദ നേച്ചർ ഓഫ് ബിസിനസ് ഒരു മന്ത്ലി എല്ലാ മാസവും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എപ്പോഴും. ടാക്സേഷനും ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് സാറിന് തോന്നുന്നത് ഏതാണ്, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നുന്നത്? ഓക്കെ, അതിൽ കുറച്ച് ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെറിയ ബിസിനസ്സുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്നൊരു ഇത്. അത് അങ്ങനെയല്ല. നോർമലി ബിസിനസ് ചെറുതായാലും വലുതായാലും അതിന് ടാക്സേഷൻ ഒരുപോലെയാണ്. അപ്പം ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന് ബിസിനസ് ചെറുതാണെങ്കിലും അതിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം. പക്ഷേ അവിടെ നമുക്ക് കുറച്ചുകൂടെ ചെറിയ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് പേഴ്സണൽ ഇൻകം ടാക്സ് ലാബിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അതല്ലാതെ സ്മോൾ ബിസിനസ് ആയാലും ലാർജ് ബിസിനസ് ആയാലും പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണം. ദർ ഇസ് നത്തിങ് ലൈക്ക് സ്മോൾ ബിസിനസ് ആണ് ഈ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പം ഈ ചെറിയ ബിസിനസ്സുകൾക്കൊന്നും ടാക്സ് പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അതങ്ങനെയല്ല. നമുക്ക് ബിസിനസ് ചെറുതാണേലും വലുതാണേലും അത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ ആവശ്യകതയുണ്ട്.
ടാക്സ് പ്ലാനിങ് നേരത്തെ ഇപ്പോൾ ഒരു വർഷത്തെ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ മാസങ്ങളിലാണ്. സോ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്വേർഡ് പോയിട്ട് ഈ ട്രാൻസാക്ഷൻസ് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വർഷത്തേക്ക് നമുക്ക് ഒരു പ്ലാൻ ചെയ്യാൻ പറ്റും. ഹൗ ക്യാൻ വി അലൈൻ ദ ട്രാൻസാക്ഷൻസ്, ഇത് ഈ വർഷത്തെ മിസ്റ്റേക്സ് വെച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ടാക്സ് പ്ലാനിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് എങ്ങനെയാണ് ടാക്സ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഇന്ന് നിങ്ങളുടെ ഒരു ടാക്സ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടുമായിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് അതിനനുസരിച്ച് ടാക്സ് പ്ലാനിങ് ചെയ്തു പോകണം. അപ്പോൾ ടാക്സ് പ്ലാനിങ് ഒരിക്കലും വലിയ ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് ചെറിയ ബിസിനസ്സുകൾക്കും വേണ്ടതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ചെറിയ ബിസിനസ് ഓണേഴ്സ് എങ്കിലും ഒരു അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ദേ ക്യാൻ ഡു, അല്ലെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാം എന്നൊരു ഇതുണ്ട്. അതിലെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ ബിസിനസ് മാൻ ഈസ് നോട്ട് ടു ഡു എവറിത്തിങ്. ബിസിനസ് മാൻ അവരുടെ ബിസിനസ് എന്താണോ അല്ലെങ്കിൽ അവരുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്താണോ അതിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഒരു മോസ്റ്റ്ലി ഒരു ബിസിനസ് മാൻ അവരൊരു പ്രോഡക്റ്റ് ഇത് ചെയ്യുന്ന ആളാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മേക്കിങ്ങിലായിരിക്കും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ക്രച്ച് പോയിൻറ്റിലായിരിക്കും ഈ ബിസിനസ് മാൻ എക്സ്പെർട്ടൈസ് ഉള്ളത്. പുള്ളി അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും അവർ ഒന്നിൽ ഔട്ട്സോഴ്സ് ചെയ്യുക, അതല്ലെങ്കിൽ അവരെക്കാളും ബെസ്റ്റായിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുക. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്താൽ മേ ബി ദേ ഹാവ് ടു പേ സേ 20,000 എ മന്ത്. അതേസമയം ഈ ബിസിനസ് ഓണർ തന്നെ ഇത് ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ടു സ്പെയർ ഒരു ഇൻ എ ഡേ മേ ബി 2 hours or 3 hours. ഈ 2 hours or 3 hours അവരുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഗ്രോ എക്സ്പൊണൻഷ്യലി. അപ്പം പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം കാരണം അവരെക്കാളും നന്നായിട്ട് ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ അറിയാവുന്നത് ദേ ക്യാൻ ഹയർ ആൻ അക്കൗണ്ടൻറ്റ് ആൻഡ് ദേ ക്യാൻ അവർക്ക് ഒരു അക്കൗണ്ടൻറ്റിനെ എംപ്ലോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പം ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ ഈ കൺസൾട്ടിങ് ഇത് ചെയ്യുന്നത്. ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ട്സിനെ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെ ആവശ്യമില്ല എന്ന് പറയും, പക്ഷേ അതങ്ങനെയല്ല. അവരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഗുഡ് അഡ്വൈസസ്. പിന്നെ അവർക്ക് നോക്കിയാൽ കാണാത്ത തെറ്റുകൾ ഒരു എക്സ്പെർട്ട് വ്യൂവിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അവർക്ക് ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളത് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം. പിന്നെ ഇതുപോലെയുള്ളൊരു മിത്താണ്, ഇപ്പോൾ ചെറിയ ബിസിനസ് ഓണേഴ്സ് ഇപ്പം അവർ ക്യാഷായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോ വൺ യൂസസ് ക്യാഷ്. ഇപ്പം നമ്മളായാൽ പോലും മാക്സിമം ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് സ്വൈപ്സ് ആണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഫോണാണ് കൊണ്ടുവന്നുള്ളൂ. വാലറ്റ്സിൻ്റെ ഒരു കാര്യമേ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ബിസിനസ്സുകൾ മൊത്തം ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ക്യാഷ് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് റെഡി അല്ല എന്നാണ് അർത്ഥം. സോ ക്യാഷ് മേടിക്കാം. ഇപ്പോൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ക്യാഷ് തരുമ്പോൾ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല. ക്യാഷ് മേടിക്കുക, ബട്ട് റെക്കോർഡ് ഇറ്റ്. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് ഇത് എല്ലാം ക്യാഷ് ബിസിനസ്സുകൾ എല്ലാം റെഡ്യൂസായി വരും. ആ സമയത്തേക്ക് നമ്മൾ ഇപ്പോൾ ക്യാഷ് ബിസിനസ് ശീലിച്ച ഒരാൾ ആ സമയത്തേക്ക് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലല്ല. പിന്നെ ഈവൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ ഓൾസോ നോട്ടഡ്. ഇപ്പം നിങ്ങൾക്കൊരു കസ്റ്റമർ ക്യാഷ് തരുന്ന സമയത്ത് ആ കസ്റ്റമർ അയാളുടെ ബുക്സിൽ മേ ബി ക്യാഷ് കൊടുത്തു എന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് ഓൾസോ ബീങ് നോട്ടഡ്. അപ്പം അതുകൊണ്ട് ക്യാഷ് ബിസിനസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മിത്ത് തന്നെയാണ്. മുമ്പ് കേക്ക് ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും അവരുടെ പ്രോഫിറ്റ്സ് മുഴുവൻ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ കേസിൽ അവരെന്താണ് ചെയ്യേണ്ടത് ശരിക്കും?
കേക്ക് ബിസിനസ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ പാഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സേവിങ്സ് ബാങ്കിലായിരിക്കും എമൗണ്ടുകൾ വരുന്നത്. ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നോർമലി അവരുടെ സേവിങ്സ് അക്കൗണ്ട്സിലേക്കായിരിക്കും വരുന്നത്. ഇത് പ്രശ്നമില്ല, ഒരു ചെറിയ രീതിയിൽ നിൽക്കുന്നവരെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ഇവരിതൊരു ബിസിനസ്സാക്കി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഇൻ ടു എ കറണ്ട് അക്കൗണ്ട്. ലീഗലി നോക്കുവാണെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓൺലി ഫോർ സേവിങ്സ്. നമ്മുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കറണ്ട് അക്കൗണ്ടാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഓൾവേസ് റെക്കമെൻഡബിൾ ടു ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് ആൻഡ് ഡു ദ ബിസിനസ്. പക്ഷേ ഇവർ ഇപ്പം ഓൾറെഡി കുറച്ചൊക്കെ ചെയ്തു പോയി എന്നോർത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും പ്രാക്ടിക്കലി വരാറില്ല. പക്ഷേ അത് കറണ്ട് അക്കൗണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് ആൻഡ് ഗുഡ്. പിന്നെ ഒരു ബിസിനസ്സാക്കി അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് അവർ ചെയ്യുന്നുണ്ട്, അവരൊരു സോഴ്സ് ഓഫ് ഇൻകമായിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് ഡു ഇൻ എ കറണ്ട് അക്കൗണ്ട്. അത് കറണ്ട് അക്കൗണ്ടിൽ തന്നെ ചെയ്യണം. എന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ടേൺ ഓവേഴ്സ് കൂടുന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണെങ്കിൽ അതെടുക്കണം. ബാക്കി ഇപ്പോൾ FSSAI എടുക്കേണ്ടതാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻസ് എടുക്കണം. ഇപ്പോൾ പാക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ എടുക്കണം. അങ്ങനെ ആപ്ലിക്കബിൾ രജിസ്ട്രേഷൻസ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ബിസിനസ് ചെയ്യണം. ഏതായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു. ഒരുപാട് ഹെൽപ്ഫുൾ ടിപ്സ് കിട്ടി സാറിൻ്റെ അടുത്ത് നിന്ന്. എസ്പെഷ്യലി പുതിയതായിട്ട് സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നവർക്കും ചെറുകിട ബിസിനസ്സുകാർക്കും ഇത് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. താങ്ക് യു സർ. താങ്ക് യു വീണ. നൈസ് ടോക്കിംഗ് ടു യു. ആൻഡ് ഈ സെഷൻ എനിക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവാണ് എന്ന് തോന്നുന്നു. ഇപ്പം പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഒരു ബിസിനസ്സിൻ്റെ ഏർലി സ്റ്റേജസിലുള്ളവർക്കും അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അത്രയ്ക്ക് റെലവൻ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം. അപ്പോൾ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും താങ്ക് യു ഉർവ, ആൻഡ് താങ്ക് യു വീണ. ഇനി ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് പോഡ്കാസ്റ്റിന് വേണ്ടി ഉർവ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യാം.